സ്ട്രക്ചേഴ്സ്. ഇനി നമ്മൾ പ്രോഗ്രാമിംഗിന് സിയിൽ പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഇതിൻ്റെ സിൻടാക്സ് എഴുതാനും എക്സാമിനേഷൻ എഴുതാനും. പഠിക്കുമ്പോൾ ഒക്കെ ഇത് വളരെ സിമ്പിൾ ആണല്ലോ. നമ്മൾ ഡിക്ലെയർ ചെയ്തു, സ്ട്രക്റ്റ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു, എന്നിട്ട് അതിനകത്തൊരു വേരിയബിൾ അസൈൻ ചെയ്തു, ഓക്കെ, എന്നിട്ട് നമ്മൾ ഡേറ്റാസ് കുറേ കൊടുത്തു, ഡേറ്റാസ് പ്രിന്റ് ചെയ്തു, വളരെ ഓക്കെയാണ്. പക്ഷെ ഇതെല്ലാവർക്കും പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഇത് പഠിക്കും, ഒരു മാസം കഴിഞ്ഞിട്ട് ഇത് വീണ്ടും ഒന്ന് റീകോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊന്നും ഓർമ്മ കാണുകയില്ല. ദൈവമേ എന്തൊക്കെയോ ഞാൻ ചെയ്തായിരുന്നല്ലോ എന്ന്. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റ് ഒരു ഡേറ്റയും വരുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അടുത്ത നമ്മൾ പഠിക്കുമ്പോൾ, അതായത് ഒരു സ്റ്റുഡൻറ്റിൽ തന്നെ 3 ഡേറ്റ ഉണ്ട്, അവിടെ തന്നെ S1 ഡോട്ട് റോൾ നമ്പർ, S1 ഡോട്ട് AG, S1 ഡോട്ട് CGP എന്നൊക്കെ പറഞ്ഞിട്ട് പല പാരാമീറ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്യും. ഇപ്പോഴൊന്നും നമുക്ക് പ്രശ്നമില്ല. എവിടാ പ്രശ്നം വരുന്നത് പറയട്ടെ, കുറേ ഡേറ്റ വരുമ്പോഴത്തേന് അറേ ഓഫ് സ്ട്രക്ചേഴ്സ് നമുക്ക് നോക്കേണ്ടി വരും. അവിടെ ഒരു കൺഫ്യൂഷൻ നമുക്ക് കൂടും. ആ കൺഫ്യൂഷൻ ഒന്ന് മനസ്സിലാക്കി വരുമ്പോഴത്തേന് പിന്നെ ദാണ്ട് ഫങ്ഷൻസിലൂടെ ഈ അറേസിനെ എങ്ങനെ കോൾ ചെയ്യാം, ഇതന്ന് അറേസ് അല്ല സ്ട്രക്ചറിനെ എങ്ങനെ കോൾ ചെയ്യാം, ഇതുകൂടി വന്നു കഴിയുമ്പോഴാണ് മൊത്തം കൺഫ്യൂഷൻ വരുന്നത്. സ്ട്രക്ചേഴ്സിൽ നിങ്ങൾ ഒരു കൺഫ്യൂഷനും വേണ്ട. ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. സ്ട്രക്ചേഴ്സ് നിങ്ങൾ എപ്പോഴും മനസ്സിൽ പ്രോഗ്രാമിൽ ഞാൻ ഈ പഠിപ്പിക്കുന്ന രീതിയിലേ ഓർക്കാവുള്ളൂ. ഞാൻ നിങ്ങളെ ഒരു സ്റ്റുഡൻറ്റും 3 ഡേറ്റയും സ്ട്രക്ചർ എങ്ങനെയാണ് ചെയ്യുന്നത് പഠിപ്പിക്കും. 2 സ്റ്റുഡൻറ്റും ഓരോ സ്റ്റുഡൻറ്റിനും 3 ഡേറ്റ വെച്ചിട്ട്, അതായത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ നമ്മൾ പഠിക്കും, 2 സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ പ്രിന്റ് ചെയ്യാൻ പഠിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, 2 സ്റ്റുഡൻ്റ് ഉള്ളപ്പം ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അത് പ്രിന്റ് ചെയ്യാൻ പഠിക്കും എന്ന് പറയും. എന്നിട്ട് നമ്മൾ 4ാമത് പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, അറേസ് എങ്ങനെയാണ്, സ്ട്രക്ചർ ഓഫ് അറേസ് കൂടി ഞാൻ ഇൻട്രോ ചെയ്ത് തരും. ഈ ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന സാധനം ഇപ്പം എൻ്റെ ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞാലും മറക്കത്തുമില്ല, ഒരു കൺഫ്യൂഷനും ഉണ്ടാകുകയില്ല. അപ്പം ഇത് പഠിച്ചു തുടങ്ങുന്നതിനപ്പോൾ എല്ലാവരും മനസ്സിലിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എക്സാമിനേഷൻ എഴുതുമ്പോഴും നിങ്ങളുടെ മനസ്സിലിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് പുള്ളി പഠിപ്പിച്ചത്, മനസ്സിലാക്കി എങ്ങനെ പഠിപ്പിച്ചത്. ആദ്യമേ ഞാൻ ഒരു സ്റ്റുഡൻറ്റിനെ എനിക്ക് മനസ്സിലായി, 2 സ്റ്റുഡൻറ്റിനാണ് ഇന്ന മാറ്റം വരണം, 2 സ്റ്റുഡൻസിന് ഫംഗ്ഷൻ വിളിക്കേണ്ടത് ഇങ്ങനെയാണ്, ഇനി അറേ വിളിക്കേണ്ടത് അറേ ഓഫ് സ്ട്രക്ചേഴ്സ് ഇങ്ങനെയാണ്. ഈ 4 ഓർഡറിലാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പഠിപ്പിച്ചു തരും. പിന്നെ നിങ്ങളിത് മറക്കത്തേയില്ല. അപ്പം നമുക്ക് നേരെ പഠിച്ചു തുടങ്ങാം സ്ട്രക്ചേഴ്സ് എന്താണെന്ന്. എന്താണ് സ്ട്രക്ചേഴ്സ്? അല്ല, ഞാനിപ്പം പറയാം. നമ്മൾ പഠിച്ചല്ലോ ഡേറ്റ ടൈപ്പ് ഇൻഡിഎക്സ്. ഇൻഡിഎക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ, എൻ്റെ മെമ്മറിയിൽ ഒരു ഡപ്പ ഓർമ്മയുണ്ടത്, ഒരു വേരിയബിൾ എടുക്കും, എക്സ് എന്ന് പറയുന്നൊരു വേരിയബിൾ എടുക്കും. ഇതിനകത്ത് എനിക്കൊരു ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യാമെന്നാണ്, മനസ്സിലായില്ലേ? അതായത് ഡേറ്റ ടൈപ്പാണ്. അതുപോലെ തന്നെ ഫ്ലോട്ട് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം, ഒരു മെമ്മറിയിൽ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഒരു ലൊക്കേഷൻ ഉണ്ട്, അതിനകത്തൊരു ഫ്ലോട്ട് വാല്യൂ, ഡെസിമൽ വാല്യൂ എനിക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം എന്നാണ്, മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡേറ്റ ടൈപ്പ് സി പ്രോഗ്രാംസിൽ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഒന്ന് ഇൻബിൽട്ട് ഡേറ്റ, ഇൻബിൽട്ട് ഇൻ സി എന്ന് പറയും. സി പ്രോഗ്രാമിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ഡേറ്റ ടൈപ്പ് ഉണ്ട്. വേറൊന്നുണ്ട് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറയും. ഓക്കെ അല്ലേ? അതിൽ ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻബിൽട്ട് ഡേറ്റ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്, ഇൻഡ് ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്, സ്ട്രിങ് ഉണ്ട്. ഇതെല്ലാം സി പ്രോഗ്രാമിനകത്തുള്ള ഇൻബിൽട്ട് ഡേറ്റ ടൈപ്പാണ്. എന്നാൽ വേറൊരു തരം ഡേറ്റ ടൈപ്പ് ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഡേറ്റ ടൈപ്പ്, അതാണ് ശരിക്കും നമ്മുടെ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി സ്ട്രക്ചറിന്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കിയേ, കളക്ഷൻ ഓഫ് വാല്യൂസ് ഓഫ് ഡിഫറെന്റ് ഡേറ്റ ടൈപ്പ്. അതായത് ഡിഫറെന്റ് ഡേറ്റ ടൈപ്പ് ഉള്ള കുറെ വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് എല്ലാം ഒരേ വാല്യൂസ് ആണ്, അല്ല ഡിഫറെന്റ് ഡേറ്റ ടൈപ്പ് വാല്യൂസിന്റെ എല്ലാം ഒരു കളക്ഷൻ. ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാകണമെന്ന് നോക്കി, നമ്മൾ ആദ്യമേ ഇൻഡ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പഠിച്ച്, ഒരു വേരിയബിൾ ഒരു ഇലമെന്റ്, കുറെ ടൈപ്പ്, കുറെ ഇൻഡിജേഴ്സ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോഴാണ് നമ്മൾ പഠിച്ച അറേ എന്ന് പറയുന്ന കാര്യം, ഇൻഡ് അറേ എന്ന് പറഞ്ഞ്. ഇൻഡ് അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം, മെമ്മറി ലൊക്കേഷൻ എടുക്കും. ഇൻഡ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൊക്കേഷൻ, അതിനകത്ത് ഒരു വേരിയബിൾ സേവ് ചെയ്യാം. അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, കളക്ഷൻ ഓഫ് സിമിലർ ഡേറ്റ ടൈപ്പ്. സിമിലർ ഡേറ്റ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരേ ടൈപ്പ് ഡേറ്റ. ഒന്നെങ്കിൽ ഇതിനകത്തെല്ലാം എനിക്ക് ഇൻഡിജർ വാല്യൂ സേവ് ചെയ്യാം, അല്ലെ എനിക്ക് ഇതിനകത്തെല്ലാം ഫ്ലോട്ട്
സേവ് ചെയ്യാം. അതായത് ഫ്ലോട്ട് അറേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് ശരിക്കും അറേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സിമിലർ ആയിട്ടുള്ള ഡേറ്റ ടൈപ്പ്. പക്ഷെ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യം ഓർത്താൽ മതി, സിമിലർ ഡേറ്റ ടൈപ്പ് അല്ല, ഡിഫറെന്റ് ഡേറ്റ ടൈപ്പ്. അറേസ് നമ്മൾ പഠിക്കുന്ന എപ്പോഴും എങ്ങനെയാണ്, ഒരു അറേ നമ്മൾ ഡിഫൈൻ ചെയ്യും, ഇതിനകത്തെല്ലാം സിമിലർ ആയിട്ടുള്ള ഇൻറ്റിജർ വാല്യൂസ് ഇടുവാണ്. അല്ലെ ഒരു കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ എടുത്തിട്ട് ഓരോ മെമ്മറി ലൊക്കേഷനും സെയിം ടൈപ്പ് ഡേറ്റ ആഡ് ചെയ്യുവാണ്. പക്ഷെ സ്ട്രക്ചേഴ്സിന് അങ്ങനെയല്ല, നമ്മളൊരു മെമ്മറി എടുത്തിട്ട് അതിനകത്ത് ഇൻറ്റിജർ വിടും, ഫ്ലോട്ട് വിടും, ക്യാരക്ടർ വിടും, എല്ലാം ഇടും. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, സ്ട്രക്ചേഴ്സ് എവിടെയാണ് നമുക്ക് യൂസ് ആയി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും നേരം നമ്മൾ പഠിച്ചതിനകത്ത് ഒന്നേലും ഒരേ ടൈപ്പ് ഡേറ്റയാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഇൻറ്റിജർ വാല്യൂസ് തന്നെ കൊടുക്കും, അല്ലെ ഫ്ലോട്ട് തന്നെ കൊടുക്കും. ഇവിടെ അങ്ങനെയല്ല. എൻ്റെ ഒരു മെമ്മറി ലൊക്കേഷനിൽ എനിക്ക് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റും സ്റ്റോർ ചെയ്യണം, ഫ്ലോട്ടും സ്റ്റോർ ചെയ്യണം, ക്യാരക്ടറും സ്റ്റോർ ചെയ്യണം. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്ന, സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഫോർ എക്സാമ്പിൾ എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ, എന്താണ്, കളക്ഷൻ ഓഫ് വാല്യൂസ് ഓഫ് ഡിഫറെന്റ് ഡേറ്റ ടൈപ്സ്. ഇതിന്റെ സിന്റാക്സ് എങ്ങനെ എഴുതുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഞാനിപ്പോൾ സ്ട്രക്ചറിന് ഒരു പേര് കൊടുക്കുകയാണ്, സ്ട്രക്റ്റ്. സ്ട്രക്ചറിന്റെ പേര് ഇപ്പൊ സപ്പോസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഉണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു സ്റ്റുഡന്റ് ഉണ്ട്. ഈ സ്റ്റുഡന്റിന് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ നെയിം ഉണ്ട്, അവന്റെ എന്താണ് റോൾ നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ അവന്റെ CGPA. ഒരു സ്റ്റുഡന്റിന് റോൾ നമ്പർ ഉണ്ട്, അവന്റെ CGPA സ്റ്റോർ ചെയ്യണം, നെയിം സ്റ്റോർ ചെയ്യണം. നോക്കിക്കേ, ഈ നെയിം എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ട്രിങ് ആണ്, അതായത് ഈ പറയുന്ന ക്യാരക്ടർ ഡേറ്റ ടൈപ്പ് ആണ്. റോൾ നമ്പർ എന്താണ്, ഒരു ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ് ആണ്. അതേസമയം CGPA ഒരു ഫ്ലോട്ട് ആണ്. ഇത്രയും നേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒന്ന് ഇൻറ്റിജർ വാല്യൂ മെമ്മറി സേവ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് ഫ്ലോട്ട് വാല്യൂ. ഇവിടെ അങ്ങനെയല്ല, ഒരു സ്റ്റുഡൻറ്റിൻ്റെ തന്നെ 3 ഡേറ്റ, ഈ 3 ഡേറ്റയും 3 ഡിഫറെന്റ് ഡേറ്റ ടൈപ്പാണ്. അതിനെ നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി അല്ലെ സ്റ്റോർ ചെയ്യാനാണ് സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും തിയറി കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇനി നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമ്മൾ പോവുകയാണ്. വളരെ സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ പറ്റക്ക രീതിയിലാണ് പറയുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഓർത്തോണം, നമ്മുടെ ഇപ്പോഴത്തെ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ 3 കാര്യം നമ്മൾ സേവ് ചെയ്യാനാണ്. അപ്പോൾ ആദ്യമേ നമ്മളൊരു പേര് കൊടുക്കണം, സ്റ്റുഡൻ്റ് എന്ന് കൊടുത്ത്, മനസ്സിലായില്ലേ? സ്ട്രക്ചർ സ്റ്റുഡൻ്റ് എന്ന് കൊടുത്ത്, സ്റ്റുഡൻ്റ് എന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എന്നിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്? അവൻ്റെ റോൾ നമ്പർ സേവ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഒരു വേരിയബിൾ ഇൻറ്റ് റോൾ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ അടുത്ത ഞാൻ സേവ് ചെയ്യേണ്ടത് എന്താണ്, അവൻ്റെ CGPA ആണ്. അപ്പോൾ ഫ്ലോട്ട് CGPA എന്ന് പറയുന്നത്, ഈ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റ് X ഇൻറ്റ് Y, ഞാൻ പറഞ്ഞില്ല വേരിയബിളിൻ്റെ പേരിടുന്നതേ ഉള്ളൂ. എപ്പോഴും സെൻസിബിൾ ആയിട്ടുള്ള പേരിട്ടാലാണ് നമുക്ക് ഓർത്തിരിക്കുക എളുപ്പം. അപ്പോൾ ഇൻറ്റ് റോള്, ഫ്ലോട്ട് CGPA, അടുത്തെന്താണ് എൻ്റെ നെയിമാണ്. അതുകൊണ്ട് ക്യാരക്ടർ നെയിം എന്നിട്ട് അതിനെത്രയാണ് പറഞ്ഞത്, ഒരു 10ഓ 100ഓ സൈസ് ഇട്ടിട്ട് ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് ശരിക്കും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടുക. എല്ലാവർക്കും അബദ്ധം പറ്റുന്നൊരു കാര്യമുണ്ട് കേട്ടോ, ഈ സെമിക്കോളിൻ്റെ കാര്യം എല്ലാവരും മറന്നു പോകും. അങ്ങനെയാണെങ്കിൽ പ്രോഗ്രാമിൽ എറർ വരും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇതാണ് എൻ്റെ സ്ട്രക്ചറിൻ്റെ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഞാനൊരു സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്തു. ഓർത്തോണം, സ്ട്രക്ചർ ഞാൻ ഡിക്ലെയർ ചെയ്യുവാണ്. സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യണേ ആദ്യമേ ഞാനൊരു പേര് കൊടുക്കണം. സെൻസിബിൾ ആയിട്ടൊരു പേര്. സ്റ്റുഡൻറ്റിൻ്റെ 3 ഡീറ്റെയിൽസ് ആണ്. സ്റ്റുഡൻറ്റ്, ആ പേര് കൊടുത്തു സ്റ്റുഡൻ്റ് എന്ന്. 3 ഡീറ്റെയിൽസ് ഏതൊക്കെ ഡീറ്റെയിൽസ് ആണെന്ന് നോക്കണം. റോൾ നമ്പർ ആയതുകൊണ്ട് ഇൻറ്റ്, CGPA ആയതുകൊണ്ട് ഫ്ലോട്ട്, നെയിം ആയതുകൊണ്ട് ക്യാരക്ടർ ഡിഫൈൻ ചെയ്തു. ഇനി ഞാൻ എങ്ങനെയാണ് ഈ സ്ട്രക്ചറിലേക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഞാൻ വീണ്ടും അതിനെ കോൾ ചെയ്യണം, സ്ട്രക്ചർ സ്റ്റുഡൻറ്റ്. ഇനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, സ്ട്രക്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ഡേറ്റ ടൈപ്പാണ്. അതായത് ഇൻറ്റ് X എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ. ഇനി അടുത്ത എന്താണ്, അറേ X, ഇൻറ്റ് അറേ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഡിഫൈൻ ചെയ്താണ് കുറേ ഇൻറ്റിജേഴ്സ്, സിമിലർ ആയിട്ടുള്ള കുറേ ഇൻറ്റിജേഴ്സ് ഇത് സേവ് ചെയ്യാം. എനിക്ക് ഈ പറയുന്ന ഫ്ലോട്ടും ഇത് എന്താണ് ക്യാരക്ടറും എല്ലാം ഒന്നിച്ച് സേവ് ചെയ്യുന്ന ഒരു ഡേറ്റ ടൈപ്പാണ് സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇറ്റ്സ് നത്തിങ് ബട്ട് എ ഡേറ്റ ടൈപ്പ്. അപ്പോൾ ഓർത്തോണം, ഇങ്ങനെയാണ് ആദ്യമേ ഞാൻ ഇതിനെ ഡിക്ലെയർ ചെയ്യുന്ന രീതി. ഇങ്ങനെയാണ്, ഒരു സ്റ്റുഡൻറ്റിന്
3 സാധനം ഉണ്ടെന്നുള്ള രീതിയിൽ. ഇനി ഒറ്റ കാര്യം ഓർത്താൽ മതി, നമ്മളെങ്ങനെ ഇങ്ങനെ ഒരു ഡേറ്റ ടൈപ്പ് ചെയ്യുന്നത്. ഇൻറ്റ് എക്സ് ഈക്വൽ ടു 3 എന്നല്ലേ സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിലെ ഇൻറ്റ് എന്ന് പറയുന്നതാണ് ഡേറ്റ ടൈപ്പ്. അപ്പോൾ സ്ട്രക്റ്റ് സ്റ്റുഡൻ്റ് എന്നുള്ളതാണ് ഡേറ്റ ടൈപ്പ്, യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. ഇനി എന്ത് ചെയ്യണം, എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ വേണം. മനസ്സിലായില്ലേ? ഞാനൊരു വേരിയബിളിനെ എസ് എന്നിട്ട്, ക്ലിയർ അല്ലേ? ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അർത്ഥം എന്താ? ഈ ഡേറ്റ ടൈപ്പിലേക്ക് 1 മാത്രമേ ആഡ് ചെയ്യാനുള്ളൂ. ഇവിടെ ശരിക്കും നമുക്ക് 1 മാത്രമല്ല ആഡ് ചെയ്യാനുള്ളത്, നമുക്ക് 3 ഡീറ്റെയിൽ ആഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഈ സീക്വൽ ടു എന്നല്ല കൊടുക്കുന്നത്, എസ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടിയല്ലോ. ഇനി എസ് ഡോട്ട് എന്താണ് ഒന്നാമത്തെ റോള്, അതായത് അല്ലെ എസ് ഡോട്ട് എക്സ് എന്നോ, അടുത്തെന്താ എസ് ഡോട്ട് വൈ, അതായത് CGPA. ഇനി എന്താണ് അടുത്ത എസ് ഡോട്ട് നെയിം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ വാല്യൂ എസ് ഡോട്ട് റോൾ എത്ര, അവൻ്റെ റോൾ നമ്പർ 1 ആണെങ്കിൽ 1 അസൈൻ ചെയ്യണം, അവൻ്റെ CGPA 9.2 ആണ്, അത് അസൈൻ ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് കമ്പയർ ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ മതി. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തോണം, സാധാരണ ഡേറ്റ ടൈപ്പ് എങ്ങനെ ഇൻറ്റ് എക്സ്, എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരുന്നാൽ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ഇൻറ്റ് എക്സ് ഈക്വൽ ടു 3 എന്നാണ്. അപ്പോൾ ഇൻറ്റ് വേണം, ഡേറ്റ ടൈപ്പ് ഇൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ ടൈപ്പാണ്. നമ്മുടെ സ്ട്രക്ചർ ഒരു ഡേറ്റ ടൈപ്പാണ്. ആ ഡേറ്റ ടൈപ്പിന് ഞാനിട്ട പേര് ഇങ്ങനെയാണ്, സ്ട്രക്റ്റ് സ്റ്റുഡൻ്റ് എന്നിട്ട്. അപ്പോൾ ഇത്രേ സാധനമാണ് എൻ്റെ ഇൻറ്റിജർ എന്ന് വെച്ചാൽ. അടുത്ത ഞാൻ വേരിയബിൾ ഡിഫൈൻ ചെയ്യണം. ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്ത് ഇവിടെ എനിക്ക് ഡയറക്റ്റ് ഈക്വൽ ടു 3 എന്ന് കൊടുക്കാം, കാരണം ഒറ്റ ഇൻറ്റിജർ വാല്യൂ എനിക്ക് ഈ എസ്സിനകത്തോട്ട് സ്റ്റോർ ചെയ്യാനുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനല്ല, ഇൻറ്റ് എക്സ് ഇതിനകത്ത് ഒറ്റ വാല്യൂ സ്റ്റോർ ചെയ്യുള്ളൂ, പക്ഷേ എസ്സിലേക്ക് 3 സാധനമാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഏതൊക്കെയാണ്? എനിക്കൊരു റോൾ നമ്പർ സേവ് ചെയ്യണം, CGPA സേവ് ചെയ്യണം, നെയിം സേവ് ചെയ്യണം. അതുകൊണ്ട് ഒരു ഈക്വൽ ഇട്ടാൽ പോരാ, 3 ഈക്വൽ ഇടണം. എന്നിട്ട് ഇതിൻ്റെ തന്നെ 3 പാർട്ട്. ഇപ്പോൾ ഓർത്തിരിക്കുക എളുപ്പമല്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഈ ഒറ്റ എക്സാമ്പിൾ വെച്ച് പലർക്കും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡോട്ട് എടുക്കാൻ കാരണമെന്ന് ഞാൻ ഡേറ്റ ടൈപ്പിൽ ചുമ്മാ പറയണ ഇൻറ്റ് എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്നോട്ട് ഇൻറ്റിന് പകരം സ്ട്രക്റ്റ് സ്റ്റുഡൻ്റ് എന്നിട്ട്. ഇത്രയാണ് എൻ്റെ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. എക്സിന് പകരം വേരിയബിൾ ഇട്ടിട്ട് ഒരു കാര്യം ചെയ്യാം. ഇനി ഇൻറ്റ് എക്സ് ഈക്വൽ ടു 3 എന്ന് എഴുതാം, ഒരു വാല്യൂ ഉള്ളൂ. ഇവിടെ 3 വാല്യൂ ഉണ്ട്. വേണേൽ എനിക്ക് ഒറ്റ കാര്യത്തിൽ ചെയ്യാം, കേളി ബ്രാക്കറ്റ് ഇട്ടിട്ട് ഈ 3 എണ്ണവും എനിക്ക് ഇട്ട് കൊടുക്കാം. റോൾ നമ്പർ 1 ആണ്, CGPA 9.2 ആണ്, നെയിം മനു ആണ്. ഇങ്ങനെയും കൊടുക്കാം. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഇതും അതിൻ്റെ ഒരു ഡിക്ലറേഷൻ ആണ്. പക്ഷെ ഈ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തോണം, എസ് ഡോട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തല്ലോ, സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തതിനകത്ത് റോളാണ്, CGPA ഉണ്ട്, നെയിം ഉണ്ട്. അതായത് നമ്മൾ ചെയ്യുമ്പോൾ ഇതാണ് റോൾ നമ്പറാണ്, ഇത് CGPA ആണ്, നെയിമാണ്. ഇതിനെ വേണം എസ് ഡോട്ട് റോൾ ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക, എസ് ഡോട്ട് CGPA ഈക്വൽ ടു 9.2 എന്ന് കൊടുക്കുക. ഇങ്ങനെയാണ് ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഒന്ന് പ്രോഗ്രാമിലോട്ട് നോക്കിയേ. പ്രോഗ്രാമിലോട്ട് നോക്കുമ്പോഴത്തേനും നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം, സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യണം. എവിടെ ഡിഫൈൻ ചെയ്യണം ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റിൻ്റെ മേളിൽ വേണം. സ്ട്രക്റ്റ് സ്റ്റുഡൻ്റ് എന്നാണ് ഞാൻ ഈ പറയുന്ന എന്തിന് പേരിട്ടത്, എൻ്റെ സ്ട്രക്ചറിന് ഡേറ്റ ടൈപ്പിന് പേരിട്ടു. അതിനകത്തോട്ട് ഞാൻ എന്തൊക്കെയാണ് കൊടുക്കാൻ പോകുന്നത്, ആദ്യമേ റോൾ നമ്പർ ആണ് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതിനെ ഇൻറ്റ് റോൾ എന്നിട്ട്. അടുത്ത CGPA ആണ്. അതുകൊണ്ട് എപ്പോഴും എന്താണ്, CGPA ഒരു ഫ്ലോട്ട് ആയിരിക്കും. ഈ CGPAക്ക് പകരം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എക്സ് എന്ന് വേണേൽ കൊടുക്കാം, വൈ എന്ന് കൊടുക്കാം. നമ്മൾ സെൻസിബിൾ ആയിട്ടൊരു പേരിടുന്നേ ഉള്ളൂ. അടുത്ത് എനിക്ക് വേണ്ടത് എന്താണ്, നെയിമാണ് വേണ്ടത്. അതുകൊണ്ട് അത് ക്യാരക്ടർ ടൈപ്പാണ്. ഞാൻ അതിന് പേരിട്ടു നെയിം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ ഇട്ടേക്ക്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇനി ശരിക്കും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. എന്നിട്ടൊരു കാര്യം ഓർത്തണം, സെമിക്കോളൻ ഇടണം. ഇതെല്ലാവരും വിട്ടുപോകും. ഇതാണ് ശരിക്കും ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ അല്ലേ? സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ആ സ്ട്രക്ചറിനെ ഒന്ന് കോൾ ചെയ്യുവാണ്. എങ്ങനെയാണ്, സ്ട്രക്റ്റ് ഇനി എന്താണ് ഇനി ഞാൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇനിയും ചെയ്യേണ്ടത്, ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു, ആദ്യമേ ഡിക്ലെയർ ചെയ്തു. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. സാധാരണ നമ്മൾ പ്രോഗ്രാം തുടങ്ങാൻ നേരത്ത് എന്താ, ഇൻറ്റ് എക്സ് ഈക്വൽ ടു 3 എന്ന് കൊടുക്കുന്നു. അതിന് ഇക്വലൻ്റ് ആയിട്ടൊരു സാധനമാണ് ഇൻറ്റിന് പകരം എന്താണ്, ഇൻറ്റ് എന്നുള്ളത് ജനറൽ ഡേറ്റ ടൈപ്പാണ്. നമ്മുടെ യൂസർ ടൈപ്പ് എന്താണ്, ഡേറ്റ ടൈപ്പ് സ്ട്രക്റ്റ് സ്റ്റുഡൻ്റ് എന്നാണ്. ഇൻറ്റിന് പകരം ഞാൻ സ്ട്രക്റ്റ് സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കുന്നു. ഇനി എനിക്ക് എന്താണ് വേണ്ടത്, ഒരു വേരിയബിൾ വേണം. ഞാനൊരു വേരിയബിളിൻ്റെ പേരിട്ടു എസ് എന്ന് പറഞ്ഞിട്ട്. ക്ലിയർ അല്ലേ? എസ് ഈസ് ഈക്വൽ ടു
ഇവിടെ x=3 എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കിവിടെ 3 എന്ന് മാത്രം എഴുതാൻ പറ്റില്ല. കാരണം ഞാൻ ഇത് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സാധനത്തിനകത്ത് 3 വാല്യൂസ് ഉണ്ടെന്ന്. അതുകൊണ്ട് ഇതാ വളരെ സിമ്പിളായിട്ട് 3 വാല്യൂ. ആദ്യത്തെ എന്താണ്? റോൾ നമ്പർ 1. അടുത്ത ഏതാണ്? CGPA 9.2. ക്ലിയർ അല്ലേ? അടുത്ത ഏതാണ് പറയുന്നത്? നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മനു. മനസ്സിലായില്ലേ? ദാണ്ട് ഇത്രയേ ഉള്ളൂ സ്ട്രക്ചറിന്റെ ഡിസിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇൻഡെക്സ് മനസ്സിലായിട്ടാണ് ഇങ്ങനെ എഴുതിയാലും ഓക്കെയാണ്. അല്ലെങ്കിൽ ഞാൻ വേറൊരു രീതി കാണിച്ചു തരാം. അതിനെ ഡിഫൈൻ ചെയ്യാവുന്ന വേറൊരുണ്ട്. എസ് എന്ന് പറയുന്ന വേരിയബിളിൽ 3 സാധനങ്ങൾ കയറാറുണ്ട്. എസ്സിനകത്തൊരു റോളുണ്ട്, എസ്സിനകത്തൊരു CGP ഉണ്ട്, എസ്സിനകത്ത് നെയിമുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് ഇങ്ങനെയാണ്. എസ് ഡോട്ട് വേണേ റോൾ എന്ന് എനിക്ക് കൊടുക്കാം. എസ് ഡോട്ട് റോൾ = എത്രയാണ്? റോൾ നമ്പർ 1 ആണ്. അടുത്ത എസ് ഡോട്ട് എന്താണ് പറയുന്നത്? CGPA. അടുത്ത ഏതാണ്? എസ് ഡോട്ട്. എസ് എന്ന് പറയുന്ന വേരിയബിൾ ആണ്. അതിനകത്തോട്ട് 3 വാല്യൂസ് ഉണ്ടായിരിക്കും എന്ന് ആലോചിക്കുക. CGPA 9.2 ആണ്. അടുത്ത ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഡോട്ട്. അടുത്ത ഏതാണ്? നെയിം എന്ന് പറയുന്നത്. ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മനു. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കിങ്ങനെ നെയിം ഇതിലേക്ക് ഇങ്ങനെ ഏതാണ് പറയുന്നത്, ഒരു വാല്യൂലേക്ക് അസൈൻ ചെയ്യാൻ പറ്റുകയില്ല. ക്ലിയർ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? ഒരു ക്യാരക്ടറായിട്ടാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ഒരു അറേക്കകത്തോട്ട് ഇങ്ങനെ മനു എന്ന് പറഞ്ഞിട്ട്, കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യാരക്ടർ അറേ നെയിം = എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ = മനു എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ അറേക്കകത്ത് മനു എന്ന് പറഞ്ഞ മുഴുവൻ കയറും. പക്ഷെ ഈ സ്ട്രിങ് ഇങ്ങനെ കയറാൻ പറ്റുകയില്ല. പക്ഷെ നമ്മൾ അതിനൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. എന്താണ്? strcpy. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രിങ് കോപ്പി എന്താണ് ചെയ്യേണ്ടത്? എസ് ഡോട്ട് നെയിമിലേക്ക് എനിക്ക് എന്ത് കയറണം? എസ് ഡോട്ട് നെയിമിലേക്ക് എനിക്ക് എന്ത് കയറണം? മനു എന്ന് പറയുന്ന വാല്യൂ കയറണം. മനസ്സിലായില്ലേ? എസ് ഡോട്ട് നെയിമിലേക്ക് മനു എന്ന് പറയുന്ന വാല്യൂ കയറണം. അപ്പൊ ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് ഈ സ്ട്രക്ചറിനകത്ത് വാല്യൂസും കിട്ടി. ഇനി നമുക്കൊന്ന് നോക്കാം ഇതിനകത്ത് ഏതൊക്കെ വാല്യൂസ് വേണ്ടതെന്ന് ചുമ്മാ ഒന്ന് നോക്കാം. printf ഒന്ന് പ്രിന്റ് ചെയ്യാം. ആദ്യമേ പ്രിന്റ് ചെയ്യേണ്ടത് എന്താണ്? ഒരു %d, റോൾ നമ്പർ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അതിനൊറ്റ കാര്യം ഓർത്താൽ എസ് ഡോട്ട് റോളിലേക്ക് ഇട്ടാൽ മതി. ഇനി ഒന്ന് നോക്കിയേ, പ്രോഗ്രാം റൺ ചെയ്ത് നോക്കിയേ. ഇവിടെ strcpy ഉപയോഗിച്ചിട്ടുണ്ടോ? മറക്കരുത്. അത് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? #include string.h വേണം. ഇത് ഓർത്തോണം, string.h. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കുമ്പോൾ എറർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 9.2 ഇവിടെ സെമിക്കോളൻ ഇല്ല. അത് നോക്കിയേ, കണ്ടില്ലേ? സ്ട്രിങ് ഡോട്ട് എന്നാണ് പറഞ്ഞത്. % എസ് ഡോട്ട് റോൾ നമ്പർ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ 1 പ്രിന്റ് ചെയ്തു. അടുത്ത ശരിക്കും എന്താണ്? എസ് ഡോട്ട് CGPA പ്രിന്റ് ചെയ്യാൻ പറയാം. അപ്പൊ എന്ത് പ്രിന്റ് ചെയ്തു? ഇവിടെ പ്രശ്നമുണ്ട്. ഇതേതാണ്? എന്തുകൊണ്ടാണ് മാറിപ്പോയെന്ന് മനസ്സിലായോ? കാരണം ഇത് ഫ്ലോട്ട് വാല്യൂ ആണ്. അതുകൊണ്ട് എന്താണ്? %f ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് വന്ന്? 9.2 വന്ന്. ഇനി അടുത്ത എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? %string ആണ്. എസ് ഡോട്ട് നെയിം നമുക്ക് പ്രിന്റ് ചെയ്യിക്കാം. അപ്പൊ എന്ത് വന്ന്? മനു എന്ന് പറഞ്ഞു. വളരെ സിമ്പിൾ അല്ലേ? കറക്റ്റ് ഒരു കാര്യം. നിങ്ങളപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? വെറുതെ 3 വേരിയബിളിൽ 3 വാല്യൂ ഉണ്ടല്ലേ? ഇവിടെ കണ്ടില്ലേ? 3 വേരിയബിൾ. എസ് ഡോട്ട് റോളിനെ വേണം ഒരു വേരിയബിൾ ആക്കി എടുക്കാം. എസ് ഡോട്ട് CGPനെ ഒന്നാക്കാം. എസ് ഡോട്ട് നെയിമിനെ ഒരു വേരിയബിൾ ആക്കാം. 3 വേരിയബിളിലോട്ട് 3 വാല്യൂ കൊടുത്തു. അത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞ് എളുപ്പമല്ലെന്ന്. സ്ട്രക്ചേഴ്സിൽ എവിടാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 സ്റ്റുഡൻറ്റും ഓരോ സ്റ്റുഡൻറ്റിനും 5 ഡേറ്റ വെച്ച് വരുമ്പോഴത്തേന് സ്ട്രക്ചർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ രീതിയിൽ ഡേറ്റ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അല്ലെ നിങ്ങൾ പറയുന്നോട്ട് ഇതിനകത്ത് വേണം ചോദിക്കാം. വെറുതെ എന്താണ് പറയുന്നത്? പ്രോഗ്രാം ചെയ്യാം. സ്ട്രക്ചർ ഒന്നും വേണ്ട. ഇൻഡ് റോൾ നമ്പർ എടുക്കാം, ഇൻഡ് എടുക്കാം, ഫ്ലോട്ട് എടുക്കാം. ഇതിനകത്തോട്ടെല്ലാം വാല്യൂ വേണം. എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് വേണം. ഞാൻ പറഞ്ഞല്ലോ ഇത്രയും കാര്യത്തെ എന്താണ് പറയുന്നത്? നമുക്ക് മാറ്റി വെക്കാം. ഇവിടെ ഒരു കൺഫ്യൂഷൻ വേണേ വരാം. ഇതിന് പകരം ഇതൊന്നും നമുക്ക് വേണ്ട. ഇതൊന്നും ലൈനിലില്ല കേട്ടോ. ഇതൊന്നും ഇല്ലാത്തതിന് പകരം എസ് ഡോട്ട് റോള്, ഇതിനെ ഞാൻ എന്ത് വിളിക്കാണ്? ഇൻഡ് എന്ന് വിളിക്കാണ്. ഇൻഡ് റോൾ എന്ന് പറഞ്ഞിട്ട് 1 എടുക്കാം. ഇൻഡ് CGP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോട്ട് CGP = 9 എന്ന് എടുക്കാം. എന്നിട്ട് എന്താണ് പറയുന്നത്? നെയിം എന്ന് പറയുന്നത് എടുക്കാം. എന്നിട്ട് ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് %d. ഓക്കെ, ഈ പ്രിന്റ് %d എനിക്ക് എന്താണ് വേണ്ടത്? റോള് വേണേ പ്രിന്റ് ചെയ്യാൻ പറയാം. അങ്ങനാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും?
ഈ ലൈനൂടി മാറ്റാം. ഇതാ വളരെ സിമ്പിളായിട്ട് വന്നല്ലോ. നിങ്ങൾക്ക് വേണേൽ ഇങ്ങനെ ചിന്തിക്കാം, വെറുതെ വാല്യൂസ് ഇൻഡായിട്ട് കൊടുക്കുകയും ചെയ്യാന്ന്. ഇവിടെ അങ്ങനല്ല. ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 100 സ്റ്റുഡൻറ്റും ഓരോ സ്റ്റുഡൻറ്റിനും എനിക്ക് എന്തുണ്ട്, ഓരോ സ്റ്റുഡൻറ്റിനും 5 ഡേറ്റ വെച്ച് വരുമ്പോഴത്തേനാണ് ഞാൻ ഈ ഒരു കാര്യം യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം ഓർത്തോണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യത്തിൽ മാറ്റുന്നതിന് പകരം നമുക്ക് വേണം ഒറ്റയടിക്ക് S== എന്ന് പറഞ്ഞിട്ട് ഏതാണ് പറയുന്നത്, ഫസ്റ്റ് റോൾ നമ്പർ അവൻ്റെ 1 ആണ്, CGPA 9.5 ആണ്, അതുപോലെ തന്നെ നെയിം എന്ന് പറയുന്നത് മനു ആണ്. ഇങ്ങനെയും വേണമെങ്കിൽ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാം. ഒറ്റ കാര്യം ഓർക്കണം, ഞാനിപ്പോൾ ഇതിനെ നിങ്ങൾ എപ്പോഴും കമ്പയർ ചെയ്തേ പഠിക്കാറുള്ളൂ. ഇൻറ്റ് x=5 എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഇൻറ്റിന് പകരം സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ്. എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ എപ്പോഴും വേണം, അതിന് എസ്. ഇവിടെ ഒറ്റ വേരിയബിളും ഇൻറ്റു ആണ്. 5 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് എക്സിൽ കൊടുക്കേണ്ടത്. പക്ഷേ ഈ സ്ട്രക്ചറിനെ ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്ട്രക്ചറിൻ്റെ ഡിഫിനിഷൻ വെച്ച് കഴിഞ്ഞാൽ ഈ എസ്സിനകത്തോട്ട് ഈ 3 ഡേറ്റ കയറിയേ പറ്റൂ. ഈ ഒരു ആംഗിളിൽ മാത്രം ഇതിനെ ചിന്തിക്കുക. വളരെ സിമ്പിൾ അല്ലേ? ഇനി ശരിക്കും നമ്മൾ ഇതിലോട്ട് നോക്കിയേ. ഇനി സ്ട്രക്ചേഴ്സ് ഇൻ മെമ്മറി. ഈ മെമ്മറി എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്ത് നോക്കണം. നമ്മൾ ആദ്യം ആ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന ഒന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു സ്ട്രക്ചർ എഴുതുവാണ്, സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ്. ക്ലിയർ അല്ലേ? സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റിനെ ഞാൻ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യും. ആദ്യമേ ഞാൻ പറയുന്നത് എനിക്ക് അവന് എന്തുണ്ട്, ഒരു റോൾ നമ്പർ ഉണ്ട് എന്ന് പറയാണ്. അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഏതാണ് പറയുന്നത്, ആദ്യമേ നെയിം ആണെന്നിരിക്കട്ടെ, ഞാൻ പറയാണ് ക്യാരക്ടർ, സ്റ്റുഡൻറ്റിൻ്റെ പേര് ഒരു 100 ഉണ്ടെന്ന് പറയാണ്. അതുപോലെ തന്നെ അടുത്ത എനിക്ക് റോൾ നമ്പർ ആണ്, അതൊരു ഇൻറ്റിജർ വാല്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇൻറ്റ് റോള്. അടുത്ത എന്താണ് അവൻ്റെ CGPA ആണ് എനിക്ക് വേണ്ടത്, ഫ്ലോട്ട് CGPA എന്ന് പറയാണ്. ഈ ആരോ ഇടണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രക്ചറിനെ വാല്യൂ എടുക്കുന്നത്. സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് ഒരു വേരിയബിൾ എസ് എടുക്കും. ഇതൊരു ഡേറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യുമ്പോൾ മെമ്മറി എങ്ങനെയാ പോകുന്നെന്ന് കണ്ടോണം. ക്യാരക്ടർ നെയിം ഈ പറയുന്ന ഈ സ്ട്രക്ചറിൻ്റെ മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നതും കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനാണ്. നമ്മൾ അറേസി പഠിച്ചല്ലോ, അറേസി പല അറേ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ 2000 ആണെങ്കിൽ എന്താണ്, ഇത് 2001, 2002 അങ്ങനെ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിലാണ് അറേയിൽ ഡേറ്റ സേവ് ആകുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയോണം, എൻ്റെ സ്ട്രക്റ്റ് സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്തപ്പോൾ 3 എണ്ണം ഉണ്ട്. നെയിമുണ്ട്, റോൾ നമ്പർ ഉണ്ട്, CGPA ഉണ്ട്. അപ്പോൾ ഇതാണ് നെയിമിലേക്ക് നിൽക്കും. ഇവിടെ എന്ത് ചെയ്യും, റോൾ നമ്പർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും, ഇത് CGPA സേവ് ചെയ്തെടുക്കും. അതായത് ഒരേ സമയം ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്പ് ഞാൻ സേവ് ചെയ്യുവാണ്. അതായത് ഇവിടോട്ട് ഞാൻ സ്ട്രിങ് ക്യാരക്ടർ സേവ് ചെയ്യും, ഇവിടോട്ട് ഞാൻ റോൾ നമ്പർ എടുക്കും, ഇതിലോട്ട് ഞാൻ CGPA ഫ്ലോട്ട് വാല്യൂ എടുക്കും. ഒരേ സമയം 3 ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് എടുക്കുവാണ്. ഇനി ഒരു കാര്യം ഓർത്തോണം, ഒന്നാമത്തേതിനകത്ത് റോൾ നമ്പർ 100 ആണ് ഇതിൻ്റെ സൈസ് ഞാൻ കൊടുത്തേക്കുന്നത്, ക്യാരക്ടർ. അതായത് ഇവിടുത്തെ ഏകദേശം 2010 ആണ് അതിൻ്റെ മെമ്മറി എന്നിരിക്കട്ടെ. ഇവിടെ തന്നെ ഞാൻ എത്ര മെമ്മറി എടുത്തു, 100 മെമ്മറിയാണ് എടുത്തത്. ക്ലിയർ അല്ലേ? അതായത് അടുത്ത റോൾ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയാണ്, 2110 സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പം ഇത് 100 എണ്ണം കഴിഞ്ഞിട്ട് ഏതാണ് പറഞ്ഞത്, അടുത്ത ഏത് വരും, ഇൻറ്റിജറിൻ്റെ വരത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇൻറ്റിജറിന് സാധാരണ എത്ര ബൈറ്റ് ആണ് എടുക്കുന്നത്, 4 ബൈറ്റ് ആണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ലൊക്കേഷൻ വരുന്നത് ഇങ്ങനെ ആയിരിക്കും. അതായത് കണ്ടിന്യൂസ് ആണ് ഇവിടുത്തെ മെമ്മറി ലൊക്കേഷൻ. ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല 3 മാർക്കിനൊക്കെ ഇങ്ങനെ ചോദിക്കലില്ല. എന്നാൽ ഇത് എങ്ങനെയാണെന്ന് പഠിച്ചിരിക്കണം. അറേസ് മാത്രമല്ല, സ്ട്രക്ചേഴ്സിൻ്റെ മെമ്മറിയും സെയിം തന്നെയാണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഓർത്തോണം, ഞാൻ ഇതാണ് പറഞ്ഞത്, ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് റൈറ്റ് എ പ്രോഗ്രാം ടു എൻ്റർ ഡീറ്റെയിൽസ് ഓഫ് 1 സ്റ്റുഡൻറ്റ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ എല്ലാം വിട്ടേക്ക്. ഇനിയാണ് സ്ട്രക്ചർ നമ്മൾ നല്ലപോലെ ഓർത്ത് പഠിക്കാൻ പോകുന്നത്. നോക്കിയോണം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഡീറ്റെയിൽസ് ഓഫ് 1 സ്റ്റുഡൻറ്റ്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽ 3 ഡീറ്റെയിൽ ഉണ്ട്, റോൾ നമ്പർ ഉണ്ട്, CGPA ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, അവൻ്റെ നെയിം ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ അത് നമ്മളെ പ്രോഗ്രാമിലോട്ട് നോക്കിയേ. ആദ്യമേ നമ്മൾ എഴുതി കഴിഞ്ഞ് ഇതാണ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു. സ്ട്രക്റ്റ് സ്റ്റുഡൻ്റ് എന്നാണ് എൻ്റെ ഡേറ്റ ടൈപ്പിനെ ഞാൻ വിളിച്ചത്, സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ്. അതിനകത്ത് 3 കാര്യം വരാനുണ്ടെന്ന് ഞാൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞ് ഇനി എൻ്റെ പ്രോഗ്രാമിൽ ഞാൻ ഇതിലേക്ക് ഡിഫൈൻ ചെയ്യണം.
ഇൻഡ് എക്സ് എന്ന് ഓർത്താൽ അത് ഇൻഡിന് പകരം സ്ട്രക്റ്റ് സ്റ്റുഡൻറ് ഒരു വേരിയബിൾ എടുത്ത്. എപ്പോഴും ഇത് ഇങ്ങനെ എഴുതി നിങ്ങൾ പഠിക്കേണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും ഇതിലെ 9.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ S.CGPA ആണ്. അത് കൺഫ്യൂഷൻ നിങ്ങളെ വരും. കാരണം ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏത് വാല്യൂ എന്ന് ഇങ്ങനെ എഴുതുന്നതാണ് വളരെ സിമ്പിൾ. ബോർഡിലോട്ട് നോക്കിയേ സാധാരണ ഒരാൾ ഇൻഡ് എക്സ് ഈക്വൽ ടു 5 എന്ന് പറയുകയാണ്. അതിന് പകരം ഇതാണ് നമ്മുടെ സാധാരണ ഇൻബിൽറ്റ് ഡാറ്റ ടൈപ്പ്. നമ്മുടെ ഡാറ്റ ടൈപ്പ് എന്താ? ഇൻഡിന് പകരം ഞാൻ സ്ട്രക്റ്റ് സ്റ്റുഡൻ്റ് എന്ന് എഴുതി, ഇത്രത്തിന് പകരം ഞാൻ സ്ട്രക്റ്റ് സ്റ്റുഡൻ്റ് എന്ന് എഴുതി. എനിക്കൊരു വേരിയബിൾ വേണം, അതും ഞാനിട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു, പക്ഷെ എനിക്ക് ഒരു സാധനം ഇട്ടാൽ പോരാ, 3 സാധനമാണ്. അതായത് കോഡിൽ നോക്കിയേ, എൻ്റെ ഈ പറയുന്ന എസ് എന്ന് പറയുന്ന വേരിയബിളിൽ 3 സ്ട്രക്റ്റ് സ്റ്റുഡൻ്റ് ആണ് ഞാൻ ഡിഫൈൻ ചെയ്തത്. ഇവിടെ ഞാൻ എത്ര കാര്യം, ഇനി അവൻ്റെ വേറെ എന്തെങ്കിലും വേണോ, ഫിസിക്സിൻ്റെ മാർക്ക് വേണോ, അത് വേണം ഇൻഡിജറായിട്ട് ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഓർത്തോണം ഈ എസ്സിലേക്ക് 4ാമതൊരു സാധനോടെ വരുമെന്ന് ഓർത്തോണം. ഇങ്ങനെ ഒരിക്കലും ഇത് നമ്മൾ ചെയ്യണ്ട. ഇത് ശരിക്കും നമ്മൾ എപ്പോഴും ഇങ്ങനെ പഠിക്കാവുള്ളൂ. എസ് ഇട്ട് കഴിഞ്ഞല്ലോ. ഇനി 1ാമത്തെ ഡാറ്റ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റയാണ്. ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് S1 എന്നിട്ട് സ്റ്റുഡൻറ്റ് 1 എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, 1ാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ ഏതാണ്? ഈക്വൽ ടു 1. അടുത്ത ഏതാ? 1ാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ CGPA. കാരണം മനസ്സിലായില്ലേ, ഇതൊരു വേരിയബിളാണ്. വേണേ ഇത് S1.x എന്നോ x1.y എന്നൊക്കെ ഇടാം, പക്ഷെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഇത്. ഇവൻ എത്രയാണ്? 9.8. മനസ്സിലായില്ലേ? അടുത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ S1. 1ാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ നെയിം ഒരിക്കലും ഇങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റിയല്ല. അവിടെ നമ്മൾ strcpy സ്ട്രിങ് കോപ്പി എന്നുള്ള ആണ്. സ്ട്രിങ് കോപ്പി എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്താ പറഞ്ഞത്? S1. നെയിമിലേക്ക് വരണം. ഏത് വരണം? മനു എന്ന് പറയുന്ന നെയിം വരണം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ശരിക്കും നമ്മൾ ഡെഫിനിഷൻ എല്ലാം കഴിഞ്ഞ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യിക്കാം? ഒന്ന് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് എഫ്. എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? നമുക്ക് എല്ലാ വാല്യൂവും പ്രിന്റ് ചെയ്യാം. ആദ്യമേ എന്ത് ചെയ്യണം? ആദ്യമേ അവൻ്റെ റോൾ നമ്പർ പ്രിന്റ് ചെയ്യണം, ഒരു പെർസെൻറ്റേജ് ഇട്ട്. അടുത്ത് എന്ത് ചെയ്യണം? അവൻ്റെ CGPA പ്രിന്റ് ചെയ്യണം. അടുത്ത് എന്ത് വേണം? അവൻ്റെ പെർസെൻറ്റേജസ് പ്രിന്റ് ചെയ്യണം. ഓരോന്നും പറഞ്ഞ് 1ാമത്തെ സാധനം എന്താ? റോൾ നമ്പറാ. S1. റോള് കോമ, അടുത്ത S1. CGPA, അടുത്ത എന്താണ്? S1. നെയിം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. എപ്പോഴും ഓർത്തോണം, കണ്ടില്ലേ 1 9.8 മനു. എപ്പോഴും ഓർത്തോണം, നമ്മൾ സ്ട്രക്ചർ പഠിക്കാൻ പോകുന്ന രീതി ഓർത്തോണം. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കഥകളെല്ലാം വിട്ടേക്ക്. ഒരു സ്റ്റുഡൻറ്റും 3 ഡേറ്റയും നമ്മൾ പ്രിന്റ് ചെയ്തു. ഇനി എനിക്ക് 2 സ്റ്റുഡൻറ്റ് വേണം. സ്ട്രക്ചർ നമ്മൾ പഠിച്ച് കഴിയാൻ പോവാണ്. ബാക്കി ഞാൻ പറയില്ല, നിങ്ങൾ കോളേജിൽ പഠിച്ചപ്പോഴത്തേന് നിങ്ങൾ എന്താണ് പറഞ്ഞത്? അഡ്രസ്സ് പ്രിന്റ് ചെയ്യണം, ഒരു സ്റ്റുഡൻറ്റ് ഫിസിക്സ് മാർക്ക്, മാത്സ് മാർക്ക് എന്നെല്ലാം കേട്ടിട്ട് ഭയങ്കര കൺഫ്യൂഷൻ. അതിൻ്റെ ഇടയ്ക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യും, അതിൻ്റെ ഇടയ്ക്ക് അറേസ് കോൾ ചെയ്യും. ഈ സ്ട്രക്ചർ ഓഫ് അറേസ് എല്ലാം വന്നു കഴിയുമ്പോൾ എവിടെ എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇതിൽ ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ, ഈ പ്രോഗ്രാമിൽ ആർക്കും ഡൗട്ടൊന്നുമില്ലോ. എൻ്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു. സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തോണം, കളക്ഷൻ ഓഫ് വാല്യൂസ് ഓഫ് ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ്. എനിക്കൊന്ന് ഇൻറ്റിജർ മാത്രം മതി, എനിക്കൊന്ന് ഫ്ലോട്ട് മാത്രം മതിയെങ്കിൽ ഞാൻ അറേസ് ഉപയോഗിച്ചാൽ മതി. പക്ഷെ എനിക്ക് ഒരേ മെമ്മറി ലൊക്കേഷനിൽ തന്നെ ഇൻറ്റിജറും വേണം, ഫ്ലോട്ടും വേണം, ക്യാരക്ടറും വേണേലാണ് ഞാൻ എന്തെടുക്കുന്നത്? ഈ പറയുന്ന സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമേ ഞാൻ ആ ഡാറ്റ ടൈപ്പിന് ഒരു പേരിട്ട്, അല്ലെങ്കിൽ എൻ്റെ സ്ട്രക്ചറിന് പേര് സ്ട്രക്റ്റ് സ്റ്റുഡൻ്റ് എന്നിട്ട് അതിലെനിക്ക് 3 സബ് സാധനങ്ങൾ, ഒരു സ്റ്റുഡൻറ്റിൻ്റെ തന്നെ 3 കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് ആലോചിച്ചാൽ മതി. അല്ല ഒരു പേഴ്സൻ്റെ തന്നെ 3 ഡീറ്റെയിൽസ്, അവൻ്റെ ബാങ്ക് അക്കൗണ്ട് ആകാം, അവൻ്റെ അഡ്രസ്സ് ആകാം, അവൻ്റെ പാൻ കാർഡ് നമ്പർ ആകാം, അവൻ്റെ ആധാർ നമ്പർ ആകാം. അങ്ങനെ ഓർത്താൽ മതി. ഒരു സ്റ്റുഡൻറ്റിന് തന്നെ പല കാര്യങ്ങൾ. അങ്ങനെ എനിക്ക് പല സ്റ്റുഡൻറ്റ് വരാം. അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മളോട് പറയുകയാണ് 2 സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റ എനിക്ക് സേവ് ചെയ്യണമെന്ന് പറയാണ്.
ഓർത്തോണം, നിങ്ങൾ മനസ്സിൽ ആദ്യമേ ഇങ്ങനെ ഓർക്കാനുള്ള സ്ട്രക്ചറിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡിഫറൻസ് വന്നാൽ, എന്തെങ്കിലും ഡിഫിക്കൽട്ടി എക്സാമിനേഷൻ ഹാളിൽ വന്നു കഴിഞ്ഞാൽ ഓർത്താൽ മതി. മനസ്സാകെ ഇങ്ങനെയാണ് പുള്ളി പഠിപ്പിച്ചെന്താ, ആദ്യമേ പുള്ളി ഒരു സ്റ്റുഡൻറ്റിനെ പഠിപ്പിച്ചു, പിന്നെ 2 സ്റ്റുഡൻറ്റിനെ പഠിപ്പിച്ച്, പിന്നെ പുള്ളി അറേ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, പിന്നെ പുള്ളി ഫംഗ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ്. ഇത്രയേ ഉള്ളൂ സ്ട്രക്ചർ. ഇനി നിങ്ങൾക്ക് ഏത് പ്രോഗ്രാമും സ്ട്രക്ചേഴ്സ് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 സ്റ്റുഡൻ്റ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽ ആയി. ഇനി രണ്ടാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽ എന്താണ് ചെയ്യേണ്ടത്, സ്ട്രക്റ്റ് സ്റ്റുഡൻറ്. രണ്ടാമത്തെ സ്റ്റുഡൻറ്റിനെ ഒരു വേരിയബിൾ ഇട്ട് ഇൻഡ് x2. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ബോർഡിലോട്ട് നോക്കി, സാധാരണ നമ്മളൊരു പ്രോഗ്രാം തുടങ്ങുവാണ്. എനിക്ക് എന്ത് ചെയ്യണം, ആദ്യമേ ഒരു ഇൻഡ് x ഇട്ടു, പിന്നെ ഞാനൊരു ഇൻഡ് y ഇട്ടു. ഇനി ഡേറ്റാസ് ഞാൻ പറഞ്ഞുതരാം. ഇൻഡ് x = 5 ഇട്ടു, അടുത്ത ഇൻഡ് y = 10 ഇട്ടു. അപ്പോൾ എനിക്ക് XY YY ഇതിനെ ആഡ് ചെയ്യോ മൾട്ടിപ്ലൈ ചെയ്യോ ബാലൻസ് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു കാര്യം ഓർക്കണം, ഇവിടെ ശരിക്കും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേറ്റ, ഇത് 2 ഡേറ്റയാണ്. സ്ട്രക്ചർ വരുമ്പോൾ ഈ ഡേറ്റയിൽ തന്നെ 3 സബ് കാണും, ഇതിൽ തന്നെ 3 സബ് കാണും. അതാണ് ആ ഒരു ഐഡിയ ആലോചിച്ചോണം. ഒന്നാമത്തെ ഡീറ്റെയിൽസ് ഇതാ സ്ട്രക്റ്റ് സ്റ്റുഡൻറ് S1 എന്നിട്ട്, രണ്ടാമത്തെ S2 എന്നിട്ട്. അങ്ങനെയാണ് ഈ S2യിലേക്കും ഈ S2യിലേക്കും വേരിയബിളാണ്. S1ലേക്ക് ഈ 3 ഡേറ്റ, S2യിലേക്കും എനിക്ക് ഈ 3 ഡേറ്റ കയറ്റേണ്ടി വരും. അപ്പോൾ എങ്ങനെയായിരിക്കണം എൻ്റെ ഇത് S2 ഡോട്ട്. ഇനി വളരെ സിമ്പിളായിട്ട് ഓർത്തോണം, ഇതാണ് എളുപ്പമുള്ള പരിപാടി. കേളി ബ്രാക്കറ്റ് ഇടുക, റോൾ നമ്പർ CGPA നെയിം, റോൾ നമ്പർ CGPA നെയിം. ഇത്രയും കഴിഞ്ഞാലും പരിപാടി കഴിഞ്ഞ്. എന്നാലും ഇത് ശരിക്കും നിങ്ങൾ ഇത് ഓർക്കണ്ടെന്ന് ഞാൻ പറയാൻ കാരണം, ഇത് ഓർത്ത ഒരു പ്രശ്നമൊന്നുമില്ല. ഇതെന്താ ഓർക്കണ്ടെന്ന് പറയാൻ കാരണം, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ S2 ഡോട്ട് CGPA ആണ് ഈ സാധനം എന്നുള്ളത്. കാരണം 7.8 പ്രിന്റ് ചെയ്യിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പാടുവിട്ടു പോകും. ഈ 7.8 എന്താ സാധനം? നിങ്ങളുടെ മനസ്സിൽ നല്ലപോലെ പ്രോഗ്രാം പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, ഇങ്ങനെ എഴുതിയാൽ മതി. എന്നിട്ട് ഈ 2 പ്രിന്റ് ചെയ്യിക്കാൻ പറയുവാണ്, എന്ത് ചെയ്യണം? നമുക്ക് ഈ പ്രോഗ്രാം എഴുതിയിട്ട് നമുക്ക് ആ രീതിയിലും ചിന്തിക്കാം. എല്ലാ രീതിയിലും ചിന്തിച്ച് കഴിയുമ്പോഴത്തേന് ഈ സാധനം ഭയങ്കര എളുപ്പമാകും. S2യിലേക്ക് എന്താണ്, S2യിലേക്ക് ഞാൻ കയറ്റാൻ പോകുന്നത് S2 ഡോട്ട് റോൾ നമ്പർ. ഇവൻ്റെ റോൾ നമ്പർ 2 ആണ്. അടുത്ത S2 ഡോട്ട് അവൻ്റെ എന്താണ് പറയുന്നത്, CGPA ആണ്. ഇവൻ്റെ CGPA 9.9 ആണ്. അടുത്ത എന്താണ് ചെയ്യേണ്ടത്, strcpy കോപ്പി ചെയ്യണം. ഏതാണ്, എങ്ങോട്ട് കോപ്പി ചെയ്യണം? S2 ഡോട്ട് നെയിമിലേക്ക്. S2 ഡോട്ട് നെയിം മനസ്സിലായില്ലേ? S2 ഡോട്ട് ഇവിടാണ് ഞാൻ ഇത് പറഞ്ഞേക്കുന്നത്. S2 ഡോട്ട് നെയിമിലേക്ക് ഏതാണ് കോപ്പി ചെയ്യേണ്ടത്, മനു മാറിയിട്ട് എന്താണ്, മഞ്ജു ഇരിക്കട്ടെ. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ്, ഈ കാര്യവുമായി ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നുമില്ലോ. ഇനി എന്താ, പ്രിന്റ് ചെയ്യാൻ പറയുകയാണ്. നോക്കിയോണം, പ്രിന്റ് ചെയ്യാൻ പറഞ്ഞ എനിക്ക് ഒന്നാമത് പ്രിന്റ് ചെയ്തത് S1 ഡോട്ട് ഇതാണ്. ഇനി രണ്ടാമത്തെ ആളുടെ പ്രിന്റ് ചെയ്യണം, എന്ത് ചെയ്യണം? വളരെ സിമ്പിളായിട്ട് S2 ഡോട്ട് റോള്, ഇവിടെ എന്താണ് S2 ഡോട്ട് റോള്, ഇവിടെ S2 ഡോട്ട് നെയിം ഇടണം. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നോക്കി, strcpy. ഇവിടെ എന്താണ് ബ്രാക്കറ്റ് ഇട്ടിട്ടില്ല, strcpy. ഇനി അടുത്ത ഏതാണ് വന്നത്, മഞ്ജു എന്നുള്ളത് എന്തോ ഉണ്ടല്ലോ. ഓക്കെ, വന്നു. അപ്പോൾ ശരിക്കും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലാഷിന് നല്ല വൃത്തിക്ക് കാണാൻ വേണ്ടിയിട്ട് സ്ലാഷ് നോക്കൂ. ഒന്നാമത്തെ ഡീറ്റെയിൽസ് ഞാൻ എത്ര കൊടുത്തത്, 1 9.8 മനു. നോക്കിയേ, 1 9.8 മനു. അടുത്ത എന്താ, 2 9.9 മഞ്ജു. 2 9.9 മഞ്ജു. ഡൗട്ടൊന്നുമില്ലല്ലോ. വളരെ സിമ്പിളാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വളരെ സിമ്പിളായിട്ട് ഏതാണ് പറഞ്ഞത്, ഇത് മനസ്സിലായല്ലോ. ഇത് ഓർത്തിരിക്കണം. ഇനി വളരെ സിമ്പിളായിട്ട് വേറൊരു രീതിയിൽ ഞാൻ പറയാം. ആദ്യമേ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു. സ്ട്രക്ചർ സ്റ്റുഡൻറ്, ഈ സ്റ്റുഡൻറ്റിന് 3 ഡേറ്റാസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഇൻഡിൻ്റെ വെളിയിലാണ് ഞാൻ ഡിക്ലെയർ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? എന്നിട്ട് ഞാൻ നേരെ എന്ത് ചെയ്യാണ്, ഫസ്റ്റിലത്തെ ആ ഡേറ്റ ടൈപ്പ് സ്ട്രക്റ്റ് സ്റ്റുഡൻ്റ് എന്നുള്ള ഡേറ്റ എടുത്തു. ഇനി എന്താണ്, S1 എന്ന് പറഞ്ഞു കൊടുക്കുവാണ്. വളരെ സിമ്പിളായിട്ട് കൊടുക്കുക. റോൾ നമ്പർ CGPA നെയിം എത്രയാണ്, 1 റോൾ നമ്പറാണ്. CGPA 9.8 ആണ്. ഇനി പേരെന്താണ്, മനു എന്ന് പറഞ്ഞു കൊടുത്തു.
നോക്കിയേ, ഇത് സിമ്പിളായിട്ട് ഏതാണ് കഴിഞ്ഞു. ഇനി അടുത്ത നോക്കിയേ, രണ്ടാമത്തെ ആളുടെ ഡീറ്റെയിൽസ് എനിക്ക് ഇങ്ങനെ കൊടുക്കാം. സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ്, നമ്മുടെ പ്രോഗ്രാം നല്ലപോലെ അടുത്ത എന്നാ സ്റ്റുഡൻറ്റിൻ്റെ പേര് S2. രണ്ടാമത്തെ സ്റ്റുഡൻറ്റിനെ എങ്ങനെ കൊടുക്കാം, റോൾ നമ്പർ 2 ആണ്. ഇവൻ്റെ 9.9 ആണ് CGPA. എപ്പോഴും ഓർത്തോണം, ഈ ഓർഡർ എന്താണോ ആ ഓർഡറിൽ വേണം കൊടുക്കാൻ. കാരണം ഈ 1 റോൾ നമ്പർ ആയിട്ടേ എടുക്കത്തുള്ളൂ, 9.8 CGPA ആയിട്ട് എടുക്കത്തുള്ളൂ, മനു ഈ നെയിമായിട്ടേ എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇത് S1 ഡോട്ട് റോൾ, ഇത് S1 ഡോട്ട് CGPA, ഇത് S1 ഡോട്ട് നെയിം. ഇതെന്താ S2 ഡോട്ട് റോൾ ആണ് 2. ഇതെന്താണ് S2 ഡോട്ട് CGPA ആണ്. അടുത്ത എന്താണ് മഞ്ജു എന്ന് കൊടുക്കാം. ഇതെന്താണ് S2 ഡോട്ട് ഇതാണ്. നോക്കിയേ, ഇങ്ങനെ ചെയ്യാം. പ്രോഗ്രാം കുറേ പഠിച്ചു കഴിയുമ്പോൾ എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതിനെ ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ പറയുമ്പോൾ ദൈവം ഇതിനെ എങ്ങനെ പ്രിന്റ് ചെയ്ത് കാണിക്കും, ഡൗട്ട് തോന്നും. വെറുതെ ഈ S1 അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്ത് കാണുമോന്ന്. ഒരിക്കലും അങ്ങനല്ല. ഇത് നോക്കിയേ, ഇങ്ങനെ വേണേൽ എനിക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ എപ്പോഴും ഓർത്തോണം, ഇതെന്താണ് ഒന്നാമത് എഴുതുന്ന എലമെന്റ് S1 ഡോട്ട് റോള്, രണ്ടാമത് S1 ഡോട്ട് CGPA, മൂന്നാമത് S1 ഡോട്ട് നെയിം. ഇതെന്താണ് S2ലേക്കാണെങ്കിൽ ആദ്യമേ റോൾ നമ്പർ, CGPA, പിന്നെ നെയിം. അതായത് S2 ഡോട്ട് നെയിം, S2 ഡോട്ട് CGPA, ഇതെന്താണ് S2 ഡോട്ട് നെയിം. അതാണ് ഞാൻ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കി, വന്ന് കണ്ടില്ലേ? ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറയാനാണ്. ഈ 9 നിങ്ങളെ പഠിപ്പിക്കാനാണ് കേട്ടോ. സ്ട്രക്ചർ നല്ല തലയെ കയറാൻ വേണ്ടിയിട്ടാണ്. ഈ 9.9 മാത്രം പ്രിന്റ് ചെയ്യണതിൽ എന്താണ്, ഇതൊരു ഫ്ലോട്ട് വാല്യൂ ആണെന്ന് മനസ്സിലായി. അപ്പൊ എനിക്ക് എന്താണ് %F ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഈ വാല്യൂ എന്താണ് പറയൂ. ഇത് പ്രിന്റ് ചെയ്ത് കാണുന്നത് എന്താണ്, S2 ഡോട്ട് CGPA ആണ്. നോക്കിയേ, S2 ഡോട്ട് CGPA. ക്ലിയർ അല്ലേ? ഇനി ഒന്ന് നോക്കിയേ, റൺ ചെയ്ത് നോക്കിയേ, 9.9 വരുന്നുണ്ടോന്ന്. കണ്ടില്ലേ 9.9. ഇനി 1 പ്രിന്റ് ചെയ്യണ ഏതാണ്, 1 പ്രിന്റ് ചെയ്യണേ ഓർത്തണം, S1ന്റെ റോളാണ്. അപ്പൊ എന്താണ്, റോൾ ഇൻഡിജർ വാല്യൂ ആണ്. S1ന്റെ ഇത് എങ്ങോട്ടാ സ്റ്റോർ ആയത്, S1 ഡോട്ട് റോളിലേക്കാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോംപ്ലക്സ് നമ്പർ വെച്ച് വെക്ടറിന്റെ അഡീഷൻ ചെയ്യാം, കോംപ്ലക്സ് നമ്പർ ചെയ്യാം. അന്നേരം എല്ലാം V.X V.Y എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ അടിക്കല്. ഡോട്ട് എന്ന് ഉദ്ദേശം എന്താ, ഇതാണ് ഈ S1ലേക്ക് ഈ 3 വാല്യൂ കയറ്റുക എന്നാണ്. ഞാൻ പറയില്ലേ, കോംപ്ലക്സ് നമ്പേഴ്സ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ട്രക്ചർ ഉപയോഗിക്കും. അതുപോലെ തന്നെ വെക്ടറിന് അഡീഷന് വേണ്ടി വെക്ടർ കാൽക്കുലസിനും ഈ പറയുന്ന സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് വേണം ചോദിക്കാം. സാധാരണ ഗേറ്റിനൊക്കെ ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇപ്പോഴത്തെ KTUവിൻ്റെ സിലബസിൽ അത് ചോദിക്കാം. അന്നേരം V1.x V2.x ഇമാജിനറി പാർട്ട് റിയൽ പാർട്ട് എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അത് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ഇനിയൊരു സൂത്രം പറഞ്ഞുതരാം, ഓർത്തോണം. ഇതാണല്ലോ എൻ്റെ വേരിയബിള് ഈ സാധനങ്ങളെല്ലാം ഈ വേരിയബിളിന്റെ ഡോട്ട് ഇട്ടിട്ട് ബാക്കിയാണെന്ന് ആലോചിച്ച്. ഇതെല്ലാം S1 ഡോട്ടിന്റെ ഭാഗങ്ങളാണ്, ഇതെല്ലാം S2 ഡോട്ടിന്റെ ഭാഗങ്ങളാണ്. ഈ ഡയലോഗ് അതേപടി നിങ്ങൾ ഓർത്തോണം. ഈ സാധനങ്ങളെല്ലാം എന്താണ്, S1 ഡോട്ടിന്റെ ഭാഗങ്ങൾ. ഇതെല്ലാം എന്താണ്, S2 ഡോട്ടിന്റെ ഭാഗങ്ങളാണ്. ഡൗട്ടൊന്നുമില്ലോ. അങ്ങനെയാണ് എന്ത് ഭാഗമാ, S2 ഡോട്ടിന്റെ റോൾ ഭാഗം. S2 ഡോട്ടിന്റെ ഇതേതാണ്, S2 ഡോട്ടിന്റെ CGPA. ഇതേതാ, S2 ഡോട്ടിന്റെ നെയിം. അതായത് S2 ഡോട്ട് റോള്, ഇത് S2 ഡോട്ട് CGPA. ഇതെന്താ S2 ഡോട്ട് നെയിം ആയിരിക്കും. കണ്ടോ പെർസെൻറ്റേജസ്, അതെന്താണ് S2 ഡോട്ട് നെയിം. ഇത് നിങ്ങൾ പ്രോഗ്രാമിൽ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടിച്ചു നോക്കണം. ആദ്യമേ ഇത്രയും വന്നു കഴിയുമ്പോൾ എനിക്ക് 9.8 പ്രിന്റ് ചെയ്യണം. അത് S1 ഡോട്ട് CGPA ആണ്. അപ്പൊ എന്താണ്, S1 ഡോട്ട് CGPA %F ഇട്ടാൽ 9.8 കിട്ടുമെന്ന്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഒരു സ്റ്റുഡൻറ്റ് പഠിച്ചു, 2 സ്റ്റുഡൻറ്റിന്റെ ഡേറ്റ പഠിച്ചു. ഇനി ഞാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയാണ്. ഞാൻ നേരത്തെ എടുത്ത ആ പ്രോഗ്രാമിലേക്ക് നമുക്ക് പോയി ഇങ്ങനെ എഴുതാം. ഇതിപ്പോൾ മനസ്സിലായല്ലോ. സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു, സ്റ്റുഡൻറ്റ് S1 ഇട്ടു, സ്റ്റുഡൻറ്റ് S2ൻ്റെ ഡേറ്റ ഇട്ടു, അത് രണ്ടും ഞാൻ പ്രിന്റ് ചെയ്ത് കാണിച്ച് ഇതാ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏതൊക്കെയോ ഓക്കെ അല്ലേ? ഇനി എന്തെങ്കിലും തെറ്റുണ്ടോ? എവിടെയോ തെറ്റുണ്ട്. ഇവിടെ S1 ഉണ്ട്, ഇതെല്ലാം S2 ആണ്, ഇത് S2 ആണ്, അടുത്ത എന്താണ്, ഇതും S2 ആണ്. ഇനി ഏതെങ്കിലും ഉണ്ടോ? ഓക്കെ അല്ലേ? അപ്പം നമുക്ക് എന്താണ് ഭംഗിക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു /n കൊടുക്കാം. ഇവിടെ എന്ത് ചെയ്യാം,
ഒരു സ്ലാഷ് n കൊടുക്കാം. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇത് രണ്ട്. ഇനിയാണ് അറേ ഓഫ് സ്ട്രക്ചേഴ്സും ഫംഗ്ഷനും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ്. അപ്പൊ പലരും പഠിക്കുന്ന പല രീതിയിലാണ്, ഭയങ്കര കോംപ്ലക്സ് ആയിട്ടാണ്, മറന്നുപോകും. അപ്പൊ നമ്മൾ ഒരു സ്റ്റുഡൻറ്റിൽ നമ്മൾ പഠിച്ചു, ഒരു സ്റ്റുഡൻറ്റിന്റെ ഡേറ്റ സ്ട്രക്ചറിൽ കൊടുത്ത്, ഇവിടെ രണ്ട് സ്റ്റുഡൻറ്റിന്റെ S1 ഈ 3 സാധനം കൊടുത്ത്, S2 ഈ 3 സാധനം. ഞാൻ ഇങ്ങനൊക്കെ ഓർത്തോളും. S1 ഈ 3 സാധനം കൊടുത്തെന്ന് വെച്ചാൽ S1 ഡോട്ട് റോള്, S1 ഡോട്ട് CGP, S1 ഡോട്ട് നെയിം. S2 ഈ 3 സാധനം കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ S2 ഡോട്ട് റോള്, S2 ഡോട്ട് CGP, S2 ഡോട്ട് നെയിം. ഇനി നിങ്ങളെ മറക്കൂല. ഓക്കെ, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഇപ്പം ഞാൻ എന്താ ചെയ്തത്, ഇൻഡ് X എന്നും ഇൻഡ് Y എന്നും ഇട്ട്. ക്ലിയർ അല്ലേ? ബോർഡിലോട്ട് നോക്കിയേ. ഇൻഡ് X ഈക്വൽ ടു 1 എന്ന് കൊടുത്ത്, ഇൻഡ് Y ഈക്വൽ ടു 2 എന്ന് കൊടുത്ത്, ഇൻഡ് Z ഈക്വൽ ടു 3 എന്ന് കൊടുത്ത്, അങ്ങനെ കുറേ ഇൻഡിജർ വാല്യൂ നമുക്ക് കൊടുക്കാനുണ്ടെങ്കിലാണ് നമ്മൾ ഒരു സാധനം എളുപ്പമാർഗം പഠിച്ച് ഇൻഡ് അറേ എന്ന് പറഞ്ഞിട്ട്, ഇത് എത്ര എലമെന്റാണ്? 4 എലമെന്റ് അല്ലേ? ഇൻഡ് അറേ 4 എന്ന് എടുക്കും. ദാറ്റ് മീൻസ് അറേ ഓഫ് 0 ഞാൻ 1 വേണേൽ കൊടുക്കാം, അറേ ഓഫ് 1 എന്ത് കൊടുക്കാം? 2 കൊടുക്കാം. അറേ ഓഫ് ഇതൊക്കെ നിങ്ങൾ പഠിച്ചല്ലോ. 2 ഞാൻ 4 കൊടുക്കും. കുറേ ഒരു ഇൻഡിജർ വാല്യൂ ഉള്ള ഇൻഡ് X എന്ന് പറഞ്ഞു കൊടുക്കാം. 2 ഉണ്ടെങ്കിൽ ഇൻഡ് X ഈക്വൽ ടു 1, ഇൻഡ് Y ഈക്വൽ ടു 2 എന്ന് കൊടുക്കാം. അവിടെ ഒരു 100 ഇൻഡിജർ വാല്യൂ ഉണ്ട്. നമ്മൾ എപ്പോഴും എന്താ പഠിച്ചത്? 100 ഇൻഡിജർ വാല്യൂ ഉണ്ട്. നമ്മൾ പഠിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറേസ് എടുക്കുക എന്നാണ്. കാരണം നമ്മൾ ഒരിക്കലും ഇൻഡ് X എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 എന്ന് എടുത്ത്, ഒന്നുകൂടി ഉള്ളെങ്കിൽ ഇൻഡ് Y ഈക്വൽ ടു, ഇത് ഓക്കെയാണ്. പക്ഷെ നമുക്ക് 100 ഇൻഡിജർ വാല്യൂ ഉണ്ട്. നമ്മൾ എപ്പോഴും ഇൻഡ് Xനെ ഇങ്ങനെ ഒരു അറേ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് മെമ്മറി ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് X ഓഫ് 0, ഇത് X ഓഫ് 1, ഇത് X ഓഫ് 2. എന്നിട്ട് 1ാമത്തെ വാല്യൂടെ, 2ാമത്തെ വാല്യൂടെ, 3ാമത്തെ വാല്യൂ ഇങ്ങനെ ഇടും. ഇവിടെ ഇപ്പം നമുക്ക് എത്ര ഉണ്ട്? 2 സ്റ്റുഡൻ്റ് ആണുള്ളത്. 2 സ്റ്റുഡൻ്റ് ഉണ്ട്. ഓർത്തോണം, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്റ്റ് സ്റ്റുഡൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിജറിന് തുല്യമാണ്. ഇതും സ്ട്രക്റ്റ് സ്റ്റുഡൻ്റ് എന്ന് വെച്ചാൽ വേറൊരു ഇൻഡിജർ ഇൻഡെന്ന് പറയുന്നതിന് തുല്യമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ദിസ് ഈസ് ഡേറ്റ ടൈപ്പ്. അതായത് ഇൻഡ് X ഈക്വൽ ടു 1. ക്ലിയർ അല്ലേ? ഞാൻ ഇവിടെ എഴുതാം, ഇൻഡ് X ഈക്വൽ ടു 1 എന്ന് എഴുതി കഴിഞ്ഞതിന് തുല്യമാണ് ഇത്. അതായത് ഇൻഡിന് പകരം ഇതാണ്, ഈ എക്സിന് പകരം S1 ആണ്, ഈക്വൽ ടു 1. ഇവിടെ ഒരു സാധനമല്ല, എനിക്ക് 3 സാധനമുണ്ട്. അതുകൊണ്ടാണ് താഴെ ഓരോന്നും ഈക്വൽ ടു എന്ന് പറഞ്ഞിരുന്നത്. ക്ലിയർ അല്ലേ? അതുപോലെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടെങ്കിലും 2 സ്റ്റുഡൻ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ എഴുതാം. കുറേ സ്റ്റുഡൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ അറേ ആയിട്ടും എഴുതാൻ പറ്റും. അതിൻ്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ S1 S2 എന്ന് പറയുന്നതിന് പകരം ബോർഡിലോട്ട് നോക്കിയേ, ഞാൻ എന്താ ചെയ്യുന്നത്? ഇൻഡ് X1 ഈസ് ഈക്വൽ ടു 1, ഇൻഡ് X2 ഈസ് ഈക്വൽ ടു 2, ഇൻഡ് X3 ഈസ് ഈക്വൽ ടു 5, ഇൻഡ് X4 ഈക്വൽ ടു 10. ഇങ്ങനെ കുറേ ഇൻഡിജറിന് പകരം ഞാൻ ഒറ്റയടിക്ക് ഡിഫൈൻ ചെയ്യും. ഇൻഡ് X 4 എലമെന്റ് ഉണ്ടെങ്കിൽ ഇൻഡ് X ഓഫ് 4 എന്ന് പറഞ്ഞിട്ട് വേണം എനിക്ക് ഡിഫൈൻ ചെയ്യാം. 1 2 5 10 എന്ന് നോക്കിയേ. അപ്പോൾ എന്താവും? X ഓഫ് 0 ഇതിലേക്ക് വരും, ഇതിലേക്ക് വരും. സിമ്പിൾ അല്ലേ? അതിനെ കമ്പയർ ആയിട്ട് ഇവിടെ നോക്കിയാൽ മതി. ഞാൻ ഇതിനെ എന്തായിട്ട് ഡിഫൈൻ ചെയ്യാൻ പോവാണ്? എൻ്റെ ഒരു അറേ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പോകണം. അപ്പം എന്താണ്? ഇൻഡ് X1 X2 എന്നൊന്നും വേണ്ട, ഇൻഡ് ഒരു S എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനെ എത്രയാണ്? 2 സ്റ്റുഡൻ്റ് ഉള്ളതുകൊണ്ട് ഒരു അറയാക്കി വിടുവാണ്. അങ്ങനാണെങ്കിൽ ഇതെന്ന് പറയുന്നതിനെ ഞാൻ പറഞ്ഞല്ലോ ഒരു അറയാക്കി വിടാൻ നേരത്ത് ഈ എലമെന്റ് എപ്പോഴും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ X ഓഫ് 0 ആയിരിക്കും. അതായത് ഞാൻ ഈ പറയുന്ന സ്റ്റുഡൻറ്റിനെ ഏതാണ് പറയുന്നത്? ഇങ്ങനെ ഇട്ട് അടുത്ത, ശരിക്കും ഇതൊന്ന് മനസ്സിലാക്കണം. മൊത്തം എഴുതി കഴിയുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാക്കിക്കോളും. അടുത്ത 0, അടുത്ത എന്താണ്? S1 0. ഇതൊന്ന് കേട്ടോണം, മനസ്സിലാക്കിക്കോണം. S ഓഫ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബോർഡിലോട്ട് നോക്കിയേ. നമ്മൾ അറേ ആയിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ S ഓഫ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മെമ്മറി ലൊക്കേഷൻ ഇവിടെ തന്നെ 2ആയിട്ട് മാറ്റിക്കഴിഞ്ഞു. ഒന്ന് S ഓഫ് 0യും ഒന്ന് S ഓഫ് 1ഉം. ചുരുക്കി പറഞ്ഞാൽ മുമ്പേ നമ്മൾ എന്താ എടുത്തത്? 2 സ്റ്റുഡൻ്റ് ആയിരുന്നു, S1ഉം S2ഉം. ഇവിടെ അപ്പം 2 സ്റ്റുഡൻ്റ് ഏതാ? S ഓഫ് 0യും S ഓഫ് 1ഉം ആണെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ക്ലിയർ അല്ലേ? അപ്പം ഇതാണ് ഞാൻ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ S ഓഫ് 0 ആണ് 1ാമത്തെ സ്റ്റുഡൻറ്റ്. അവൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഉടനെ തന്നെ വീണ്ടും എന്താണ്? സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് S2 എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് 1ാമത്തെ സ്റ്റുഡൻറ്റ്,
ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റുഡൻ്റ് അപ്പോൾ എന്താ S(1) ആണ്. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇതിനകത്ത് എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ലേ? പഴയതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ ഞാൻ എന്ത് ചെയ്തു? സ്ട്രക്ചർ ഇവിടെ ഡിഫൈൻ ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പം അറേസ് ആണ്. അറേസിൽ എന്ന് മനസ്സിലായില്ലേ? രണ്ട് സ്റ്റുഡൻ്റ് ഉണ്ട്. രണ്ട് സ്റ്റുഡൻറ്റിന് ഞാൻ S1 S2 എന്ന് പറയുന്നതിന് പകരം S(2) എന്ന് പറഞ്ഞിട്ട് ഒരു അറേ, അതാണ് അറേ ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. നോക്കണം, ഇതിട്ടു. അതിൻ്റെ അർത്ഥം എന്താണ്? S(2) എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? രണ്ട് മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. ഏതൊക്കെ? S(0) S(1). മുമ്പേ ചെയ്തെന്താ? സ്ട്രക്ട് സ്റ്റുഡൻറ് S1 ഇട്ട് സ്ട്രക്ട് സ്റ്റുഡൻറ് S2 ഇട്ട്. അതിന് പകരം എന്താ? S(0) എന്നും S(1) എന്നും പറഞ്ഞ് മാറ്റി. ഈ X(0) S(1) എവിടെ കിട്ടും? ഒന്ന് ശ്രദ്ധിച്ചേ. ഞാനിപ്പോൾ എൻ്റെ ഒരു സ്ട്രക്ചറാണ്, ബോർഡിൽ നോക്കിയാൽ ഞാനിപ്പോൾ എൻ്റെ ഒരു സ്ട്രക്ചറാണ് ഞാൻ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഞാനൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത്, ഏത്? S(2) എന്ന് പറയുന്ന സ്ട്രക്ചറാണ് ഡിഫൈൻ ചെയ്തത്. ദാറ്റ് മീൻസ് അതിനകത്ത് S(0) കാണും ഒരു മെമ്മറിയിൽ, അടുത്ത് എന്ത് വേണം? S(1) വേണം. അല്ലെ ഇതാണ് S(0) എന്ന് എഴുതാം, ഇത് S(1) എന്ന് എഴുതാം. ഇത് ഫസ്റ്റ് സ്റ്റുഡൻ്റ് ആണ്, ഇത് സെക്കൻഡ് സ്റ്റുഡൻ്റ് ആണ്. ക്ലിയർ അല്ലേ? ഇതിന് പകരം എനിക്ക് വേണം S1 S2 സെപ്പറേറ്റ് ആയിട്ട് എഴുതാണെന്ന്. S(2) എന്ന് വെച്ച പാടെ ഓർത്തോണം, ഒന്നാമത്തെ S(0) ആണ്, രണ്ടാമത്തെ വേരിയബിൾ S(1) ആണ്. അറേസിനെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം. ഇൻഡ് X1 = 5 എന്ന് കൊടുക്കാം, ഇൻഡ് X2 = 10 എന്ന് കൊടുക്കാം. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? X1 എന്ന് പറയുന്നിടത്ത് 5, അടുത്തൊരു വേരിയബിൾ X2 എന്ന് പറയുന്നിടത്ത് 10. ഇനി ഞാൻ ഇതിനെ ഇങ്ങനെ കൊടുക്കുക, ഇൻഡ് X എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. അപ്പോഴേ എന്തായി? രണ്ടും കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനായിട്ട് ഇത് X(0) ഇത് X(1) എന്നുമാണ്. എനിക്ക് വേണം ഇവിടെ എന്ത് കൊടുക്കാം? 5 ഇങ്ങോട്ട് പോകും, 10 ഇങ്ങോട്ട് വരും. ഇത് കണ്ട പാടെ ഓർത്താൽ മതി. ഇത് ഇങ്ങനെ എഴുതുന്നതിന് പകരം അറേ ആയിട്ട് എഴുതാം. 100 എണ്ണമൊക്കെ വരുമ്പോഴത്തേനാണ് അറേ വരുന്നത്. ഇവിടെ ഇപ്പം നോക്കിക്കേ, ഇവിടെ ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? അറേ ഡിഫൈൻ ചെയ്തു, 0 കൊടുത്തു, S(1) ഡേറ്റ കൊടുത്തു. ഇനി നമുക്ക് പ്രിന്റ് ചെയ്യിക്കാം. ഇത് വളരെ സിമ്പിളാണ്. ഇതെന്ത് ചെയ്താൽ മതി? 0 ആണ്. ഇതെന്താണ്? 0 ആണ്. ഇതെന്താണ്? എല്ലാത്തിനും എടുത്ത് മാറ്റണം. ഇതൊക്കെ നിങ്ങൾ പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, പ്രോഗ്രാം ചെയ്ത് നോക്കുമ്പോഴത്തേന് ഈസി ആയിട്ട് മനസ്സിലാവും. ഇത് S(0) ആണ്. അടുത്ത നിങ്ങൾ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ഏതാണ് പറയുന്നത്? അടുത്ത എന്താണ്? S2 പകരം ഇത് S1 ആണ്. ഇതെന്താണ്? S1 ആണ്. ഇതെന്താണ്? S1 ആണ്. ഇനി ഒന്ന് റൺ ചെയ്തേ. കണ്ടില്ലേ? അതേപടി തന്നെ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒരു ഡേറ്റ കൊടുത്തേക്കുന്നത്. ഇത് S(0) 1 9.8. ഇവൻ്റെ റോൾ നമ്പർ 2 ആണ്. ഇവൻ്റെ റോൾ നമ്പർ എത്രയാണ്? 10 കൊടുക്കാൻ CGPA. ഇതാരാണ്? മഞ്ജു ആണ്. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കിയേ. കണ്ടില്ലേ? രണ്ടായിട്ട് വന്നിട്ടുണ്ടോ? ഇതെന്താണ്? അറേസ് വെച്ചിട്ട്. ഈ അറേസിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി എനിക്ക് 3 സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ വേണോ? ഞാൻ എന്ത് ചെയ്താൽ മതി? 3 കൊടുത്താൽ മതി. അടുത്ത എങ്ങനെയാണ് റോൾ നമ്പർ സേവ് ചെയ്യേണ്ടത്? എങ്ങനെയാണ്? ഇതേപടി അടുത്ത എപ്പോൾ സേവ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് വരുന്നത്? S2 എന്ന് പറഞ്ഞ് സേവ് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? അടുത്ത ഏതാണ് സേവ് ചെയ്യേണ്ടി വരുന്നത്? 3 ആകുമ്പോൾ S(0) S(1), അടുത്ത എന്താണ്? S(2) എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം S(2) ആക്കേണ്ടി വരും. ഇത് S(2) ആക്കേണ്ടി വരും. ഇവൻ്റെ റോൾ നമ്പർ 3 ആണ്. ഇവൻ്റെ റോൾ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6.5 ആണ്. അടുത്ത നെയിം ആരാണ്? ഏതാണ് പേര്? സീത. ഓക്കെ അല്ലേ? ഒന്ന് റൺ ചെയ്ത് നോക്കി. അപ്പോൾ എന്ത് വന്ന്? 2 വന്ന്. അടുത്ത് ഇനിയും പ്രിന്റ് ചെയ്യിക്കണം. ഞാൻ വേണം ഇത് പ്രിന്റ് ചെയ്യിക്കണം. ഇതെല്ലാം അങ്ങ് 2 എന്ന് കൊടുക്കുക. എനിക്ക് വേണമെങ്കിൽ അടുത്തൊരു ലൈനിൽ കൊടുക്കുക. ഇത് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? റണ്ണായി. ഇനി ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം മനസ്സിലായോ എന്ന് പറയാനാണ്. എനിക്ക് അടുത്ത പ്രിന്റ് ചെയ്ത് തരേണ്ട ഈ 10 എനിക്ക് പ്രിന്റ് ചെയ്യണം. അതിനപ്പോൾ എങ്ങനെ പ്രിന്റ് കൊടുക്കും? ഇതാണ്. ഇതുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രക്ചേഴ്സിൻ്റെ അറേ ഓഫ് സ്ട്രക്ചേഴ്സും പഠിച്ചു. ഇനി ഫംഗ്ഷനെ എങ്ങനെ കോൾ ചെയ്യുന്ന പഠിച്ചാൽ പരിപാടി കഴിഞ്ഞ്. ഓക്കെ അല്ലേ? പ്രിന്റ് എഫ് എന്താണ് പറഞ്ഞത്? എനിക്ക് 10 വേണം. എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? ഇവിടെ നോക്കിയാൽ മതി. ഈ ഔട്ട്പുട്ട് ഒന്ന് നോക്കിയേ. ഔട്ട്പുട്ടിൽ എനിക്ക് 9.8. ഔട്ട്പുട്ട് എല്ലാം വന്നിട്ടില്ല ഇവിടെ. ഇതെന്താണ്? ഈ 10 കാണിക്കണം. 10 കാണിക്കണം എന്താണ്? എനിക്ക് ഓർക്കണം, എൻ്റെ രണ്ടാമത്തെ സ്റ്റുഡൻറ്റ്, ഇത് ഒന്നാമത്തെ സ്റ്റുഡൻറ്റ്, രണ്ടാമത്തെ സ്റ്റുഡൻറ്റ്, മൂന്നാമത്തെ സ്റ്റുഡൻറ്റ്. രണ്ടാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ CGP ആണ്. CGP ആകുമ്പോൾ ഓൾവേസ് എന്താണ്? %F ആണ് വരുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടത്? അവൻ്റെ എന്താണ് ഇത്? രണ്ടാമത്തെ S1ൻ്റെ CGP ആണ്. ഇത് പ്രത്യേകിച്ചൊന്നും
ഏതാണ് പറഞ്ഞത്? ഇത് ഓർത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഓൾറെഡി ഈക്വൽ ടു എന്ന് എഴുതി വെച്ചേക്കല്ലേ, പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, ഓരോന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഏതാണ്? CGPU അല്ല CGPA. ഓക്കെ, 10 ഇത് വന്നുണ്ടോ? അപ്പോൾ ഓരോ കാര്യങ്ങൾ ഓർത്താൽ മതി. അപ്പം നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഞാൻ ആദ്യമേ പറഞ്ഞ അറേസ് എന്തിനാ ഉപയോഗിച്ചെന്ന് മനസ്സിലായില്ലേ? അറേസ് ഉപയോഗിക്കുന്ന ഒന്നുമില്ല, ഇനിയും മനസ്സിലാക്കി തരാം. അറേസ് വളരെ സിമ്പിളാണ്. അന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മെമ്മറി ലൊക്കേഷൻ എടുക്കാന്നേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ എനിക്കൊരു ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇനി അറേ ഇല്ലാതെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ പറയണം, ഇതെൻ്റെ ഒന്നാമത്തെ സ്റ്റുഡൻ്റ് ആണെന്ന് പറയണം. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം എന്താണ്? S1 ഡോട്ടാവും. ഇത് S1 ഡോട്ടാവും. ഇതും എന്ത് തന്നെയാ? ഒന്നാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ ആണ്, അതും S1 ഡോട്ടാവും. അടുത്ത് ഇതെന്താണ്? ഇതും ശരിക്കും എന്താണ്? S1 ഡോട്ടാവും. വീണ്ടും എൻ്റെ രണ്ടാമത്തെ സ്റ്റുഡൻറ്റ് ചെയ്യാൻ നേരത്ത് ഞാൻ ശരിക്കും വേറൊരു വേരിയബിൾ S1 പകരം S2 എന്ന് ഡിഫൈൻ ചെയ്യണം, അല്ലെ എനിക്ക് X എന്ന് ഡിഫൈൻ ചെയ്യണം. എന്നിട്ട് എനിക്ക് വേണം X ഡോട്ട് റോൾ എന്ന് എടുക്കാം. അല്ലെങ്കിൽ എന്താണ്? രണ്ടാമത്തെ സ്റ്റുഡൻറ്റ് X, എനിക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. മനസ്സിലായില്ലേ? ഇവിടെ എനിക്ക് എന്ത് കൊടുക്കാം? X ഡോട്ട് നെയിം എന്ന് കൊടുക്കാം. ഇങ്ങനെ പലതായിട്ട് പേര് കൊടുക്കുന്നതിന് പകരം ഇതിനെ ഞാനൊരു സ്ട്രക്ചർ ആക്കി കഴിഞ്ഞാൽ, അറേസ് ആക്കി കഴിഞ്ഞാൽ ഓർത്തോണം, 4 സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ കൊടുക്കുക. ഏതൊക്കെയാണ്? S0 3 ഡേറ്റ, S1 3 ഡേറ്റ, S2 3 ഡേറ്റ, S3 3 ഡേറ്റ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ അറേ ഓഫ് സ്ട്രക്ചേഴ്സ് പഠിച്ചു. അതായത് ഇപ്പം നമ്മൾ ചെയ്താണ് റൈറ്റ് എ പ്രോഗ്രാം ടു എൻ്റർ ഡീറ്റെയിൽസ് ഓഫ് 2 സ്റ്റുഡൻറ്റ്. 2 സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ നമ്മൾ എങ്ങനെ എഴുതി? സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്തു. സ്ട്രക്ചർ എങ്ങനെ? സ്ട്രക്ട് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്ത്, അവൻ എന്തൊക്കെയുണ്ട്? ഇൻഡ് റോൾ നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ അവന് ഫ്ലോട്ട് എന്നുണ്ട്. ഫ്ലോട്ട് ഏതാണുള്ളത്? CGPA ഫ്ലോട്ടാണ്. അടുത്ത് എന്താണ് പറയുന്നത്? അവൻ്റെ നെയിമുണ്ട്. നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിഫൈൻ ചെയ്തു. ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത്? എൻ്റെ മെയിൻ ഫങ്ഷൻ എല്ലാം ഞാൻ കഴിഞ്ഞതിന് ശേഷം സ്റ്റുഡൻറ്റ് 1ൻ്റെ ഡേറ്റ, അതിന് ഞാൻ എന്താ ചെയ്തത്? സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് S1 എന്നിട്ടു 3 ഡേറ്റ സേവ് ചെയ്തു. അടുത്ത ഞാൻ എന്തിട്ട്? സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് S2 എന്നിട്ട് 3 ഡേറ്റ സേവ് ചെയ്തു. ഇതിനെല്ലാം പകരമായിട്ട് ഞാൻ വേറൊരു കാര്യമാണ്, എനിക്കിതിനെ 2 വേരിയബിൾ ഡിഫൈൻ ചെയ്യേണ്ട കാര്യമില്ല. സ്ട്രക്ചറിനെ തന്നെ ഞാൻ എന്താണ്? അറേ ആയിട്ട് ആ വേരിയബിളിനെ ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണ് ഒന്നാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം S0 എന്നും രണ്ടാമത്തെ സ്റ്റുഡൻ്റ് എല്ലാം S1 ആയിട്ട് പോകും. S0 തന്നെ S0 ഡോട്ട് റോൾ ഉണ്ട്, S0 ഡോട്ട് CGPA ഉണ്ട്, S0 ഡോട്ട് നെയിം ഉണ്ട്. അതുപോലെ S1 ഡോട്ട് റോൾ ഉണ്ട്, S1 ഡോട്ട് CGPA ഉണ്ട്, S1 ഡോട്ട് നെയിം ഉണ്ട്. ഡൗട്ടൊന്നുമില്ലോ? അറേസും കഴിഞ്ഞ് ഇനി നമുക്ക് പാസിംഗ് സ്ട്രക്ചേഴ്സ് ടു എ ഫങ്ഷൻ ആണ് പഠിക്കേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട്, ആദ്യമേ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ നിങ്ങൾ കൺസിഡർ ചെയ്യ്. ഓക്കെ, അപ്പം നമ്മൾ ഒരു സ്റ്റുഡൻറ്റിനെ കാണാൻ പോകും. സ്ട്രക്റ്റ് സ്റ്റുഡൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോൾ നമ്പറായി, CGPA നെയിമായി. ക്ലിയർ അല്ലേ? ഇനി ഞാനൊരു ഫങ്ഷനിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരാളെ ഡിസ്പ്ലേ ചെയ്യണം. അതുകൊണ്ട് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുവാണ്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിട്ടേൺ വാല്യൂ ഒന്നും ഇല്ലാത്ത കാരണം വോയിഡ് എന്നിടാം. ഓർത്തോണം, വോയിഡ് ആ ഡിസ്പ്ലേ, ഞാനൊരു പേര് വിളിച്ചു, എൻ്റെ ഫങ്ഷൻ്റെ പേരാണ് ഡിസ്പ്ലേ. ഇനി ഒരു കാര്യം ഓർക്കണം, നോർമലി നോക്കിയേ, നമ്മൾ പഴയതെങ്ങനെയാ ഫങ്ഷൻ ഓർത്തോണം. നമ്മളൊരു ഫങ്ഷൻ കോൾ ചെയ്യും, ആർഗ്യുമെൻ്റ് ഉണ്ട്, എന്നിടും. ഡിഫൈൻ ചെയ്യുന്ന ഇങ്ങനെ ഇതേ വോയിഡ് സമ്മെന്ന് ഡിഫൈൻ ചെയ്യും. അതുപോലെ തന്നെ ആ ഫങ്ഷൻ ഇതാണ് ഡിക്ലെയർ ചെയ്യുന്നത്, ഇത് ഞാൻ കോൾ ചെയ്തു, എന്നിട്ട് ഞാൻ വോയിഡ് ഇൻഫർമേഷനിലേക്ക് ഇൻഡ് എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്യും. ഇങ്ങനല്ലേ സാധാരണ ഫങ്ഷൻ പഠിച്ചേക്കുന്നത്. ഫങ്ഷൻ നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചേക്കുന്നത്? ഫങ്ഷൻ എങ്ങനെയാണ് പഠിച്ചത്? ആർഗ്യുമെൻ്റ് ഉണ്ട്, എനിക്കൊരു ആർഗ്യുമെൻ്റ് പാസ് ചെയ്യേണ്ടത്, എന്ന് പറയുന്ന വേരിയബിൾ പാസ് ചെയ്യാനുണ്ട്. അത് ഇവിടാണ് എൻ്റെ ഫങ്ഷൻ ഞാൻ വരുന്നത്, ഡെഫിനിഷൻ വരുന്നതാണ്. അപ്പോൾ ഈ ആർഗ്യുമെൻറ്റിനെ ഇതിനകത്തോട്ടുള്ള സാധനത്തിലോട്ട് പാസ് ചെയ്യും. അന്നേരം ഒരു ഇൻഡ് എന്നാണ് കൊടുക്കുന്നത്. ഇനി ഏത് വാല്യൂ ആണോ പാസ് ചെയ്യുന്നതിനുള്ളിൽ ഒരു ഇൻഡ് കൊടുക്കണം. ഡിക്ലെയർ ചെയ്തു, കോൾ ചെയ്തു, ഇതെന്താണ് ചെയ്തത്? ഡെഫിനിഷൻ എഴുതി. ഇവിടെ എപ്പോഴും നോക്കണം, നമ്മൾ അന്നേരം പഠിച്ചായിരുന്നു വോയിഡ് ഇൻഡും മാറുന്ന നിങ്ങൾക്ക് അറിയാലോ, റിട്ടേൺ വാല്യൂ വരുന്നതനുസരിച്ച്. ഇവിടെ റിട്ടേൺ ഒന്നും ഇല്ല എന്നാലോചിച്ചു, അപ്പോൾ എല്ലാം വോയിഡ്. ഈ പറയുന്ന വാല്യൂ മാറണം. അതിനൊറ്റ കാര്യം ഓർത്താൽ മതി, ഇവിടെ എന്തെങ്കിലും ഫങ്ഷൻ മാറണേ നമ്മുടെ സ്റ്റുഡൻറ്റ് S1 അല്ലെ സ്റ്റുഡൻറ്റ് S2 അല്ലെ S3,
ആ എസ് എന്ന് പറയുന്ന വേരിയബിൾ പാസ് ചെയ്യുക എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഇനി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിനുള്ളിൽ എങ്ങനെ എടുക്കും? നമ്മൾ പഠിച്ചിട്ടുള്ള ഇവിടെ ഇൻഡ് എന്ന് പറഞ്ഞു കൊടുക്കുക, പക്ഷെ ഇവിടെ ഇൻഡ് എക്സ് എന്ന് പറഞ്ഞു കൊടുക്കുക, എ എന്ന് വെച്ച് എക്സിലേക്ക് കോപ്പി ആവുമെന്ന് പറഞ്ഞു. ഇവിടെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, വളരെ സിമ്പിളാണ്. സ്ട്രക്ചറിന്റെ കേസിൽ ഡിക്ലെയർ ചെയ്യുന്നിടത്ത് വോയിഡ് ഫംഗ്ഷന്റെ പേര് എഴുതുക. നമ്മൾ സം എന്നുള്ള ഫംഗ്ഷന്റെ പേരുണ്ട്. ഇപ്പൊ ഒരു ഫംഗ്ഷൻ ആണെന്ന് ഇരിക്കുക, ഡിസ്പ്ലേ ഒന്നുമില്ല, സ്ട്രക്റ്റ് സ്റ്റുഡന്റ് എന്ന് മാത്രം കൊടുത്താൽ മതി. അടുത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കോൾ ചെയ്യാന്ന്, ഫംഗ്ഷൻ കോൾ ചെയ്യാന്നിടത്ത് വളരെ സിമ്പിളാണ്. ആ പറയുന്ന S1 ആണോ S2 ആണോ എന്നുള്ളത് വേരിയബിൾ കോൾ ചെയ്യുക. ഇനി ഡിഫൈൻ ചെയ്യുന്നിടത്ത് വളരെ സിമ്പിളാണ്, അവിടെയും വളരെ സിമ്പിളാണ്. ഡിസ്പ്ലേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഏതാണോ വരുന്നത് അതിനെ വീണ്ടും എന്താണ് സ്ട്രക്റ്റ് സ്റ്റുഡൻറ് എസ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇവിടെ സിമ്പിളായിട്ട് ഓർത്താൽ മതി. ഇവിടെ മറ്റേ ഇൻഡെന്നും ഇവിടെ വെറും ഇൻഡെന്ന് ഇട്ടാൽ മതി, ഇവിടെ ഇൻഡ് ചെയ്യുന്നിട്ടാൽ മതി. അതാണ് നമ്മൾ ഫംഗ്ഷനിൽ പഠിച്ചത്. അതൊന്നും ഓർക്കണ്ട. നമ്മുടെ ഏതാണ് പറഞ്ഞത്? നമ്മുടെ സ്ട്രക്റ്റ് സ്റ്റുഡൻറ് എന്നുള്ളതാണ് സ്ട്രക്ചർ. അതിനകത്ത് ഉപയോഗിക്കുന്ന വേരിയബിൾ എസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ തുടക്കത്തിലും അത് നമ്മൾ എഴുതണം, ഇവിടെ നമ്മൾ അവിടെ എഴുതണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഫംഗ്ഷൻസ് ഈ സ്ട്രക്ചേഴ്സ് വരുമ്പോൾ ഇത്രയേ ഉള്ളൂ. പാസിംഗ് സ്ട്രക്ചേഴ്സ് ടു എ ഫംഗ്ഷന് വളരെ സിമ്പിളാണ്. നമ്മുടെ സാധാരണ ഫംഗ്ഷൻ എഴുതാൻ നേരത്ത് എന്താ ചെയ്യുന്നത്? നമ്മൾ ഇവിടെയാണ് ഫംഗ്ഷനെ, മിഡിലാണ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. ഒരു ആർഗ്യുമെന്റ് വെച്ച് കോൾ ചെയ്യും. ഇവിടെ സ്റ്റുഡൻറ്റിന്റെ S1 ആണ്, S2 ആണെങ്കിൽ S1 S2 വെച്ചിട്ട് ആർഗ്യുമെന്റ് ഇങ്ങോട്ട് വിടുക. ഇതിന്റെ ബ്രാക്കറ്റിൽ എഴുതുന്ന ആരും പേടിക്കേണ്ട, സ്ട്രക്റ്റ് സ്റ്റുഡൻറ് എസ് എന്ന് മാത്രമേ രണ്ടിടത്തും ഒരേപോലെ എഴുതിയാൽ മതി. ഇവിടെ ഈ എസ് ഇല്ലേലും വർക്ക് ചെയ്യും. നമുക്ക് അപ്പോൾ പ്രോഗ്രാം ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമേ ഫംഗ്ഷൻ നമ്മൾ ചെയ്യാൻ നേരത്ത് പ്രോഗ്രാമിൽ ഒരു കാര്യം പറഞ്ഞു, ഒരു സ്റ്റുഡൻറ്റിന്റെ ഡീറ്റെയിൽസ് എഴുതാം. സപ്പോസ് ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റിന്റെ ഡീറ്റെയിൽസ് ആണ്. നമുക്കറിയാം സ്ട്രക്റ്റ് ഒരു സ്റ്റുഡൻ്റ് ആണ്, സ്ട്രക്റ്റ് സ്റ്റുഡൻറ് എന്നാണ് ഡേറ്റ ടൈപ്പ്. ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നമ്മൾ വെറും എസ് എന്ന് എഴുതുന്നുള്ളൂ. വെറും എസ് ആണ്. ഈക്വൽ ടു അവൻ്റെ റോൾ നമ്പർ 1 ആണ്, CGPA 9.2 ആണ്. ഇനി എന്താണ്? പേരെന്താണ്? മനു ആണ്. ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ശരിക്കും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് ഒരു സ്റ്റുഡൻറ്റിന് നമ്മൾ പഠിച്ചു. സ്ട്രക്ചർ ഇപ്പം കണ്ടില്ലേ? സ്ട്രക്ചർ സിമ്പിൾ ആയില്ലേ? ഇത്രയേ ഉള്ളൂ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ആദ്യമേ ഒരു സ്റ്റുഡൻറ്റിൻ്റെ 3 ഡേറ്റാസ് ഇതാ സേവ് ചെയ്തു. ഇനി മനു പ്രിന്റ് ചെയ്യണം. എന്ത് ചെയ്യണം? എസ് ഡോട്ട് നെയിം ആണ് മനു. 9.2 എന്താ? എസ് ഡോട്ട് CGP ആണ്. 1 എന്താണ്? എസ് ഡോട്ട് റോൾ ആണ്. ഓർത്തോണം, ഇവിടെ ചിലപ്പോൾ എക്സ് എന്നും വൈ എന്നും, ഇവിടെ എക്സ് ആണെങ്കിൽ എന്താ? ഇതെന്താണ്? എസ് ഡോട്ട് എക്സ് ആണ്. മനസ്സിലായില്ലേ? ഞാൻ ഓർത്തോണം, പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇൻഡ് എക്സ് എന്ന് ഇടുന്നു. അങ്ങനെയാണ് ഈ സാധനം എന്തായിരിക്കും? നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് എഫ് എന്താണ്? %d എന്താണ് ആ സാധനം? 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എസ് ഡോട്ടിന്റെ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതെന്താണ്? നമ്മുടെ വേരിയബിൾ എസ് ആണ്. അപ്പോൾ ഈ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എസിന്റെ, ഈ എസിൽ തന്നെ 3 സാധനങ്ങളുണ്ട്, 3 ഡോട്ട് ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ ഈ എസിന്റെ തന്നെ എസ് ഡോട്ട് 1 എന്താണ്? എക്സ് ആണ്. എസ് ഡോട്ട് എക്സ് ആണ്. ഇനി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിയേ, 1 ഔട്ട്പുട്ട് വരുന്നുണ്ടോ നോക്കിയേ. കണ്ടില്ലേ? 1 ഔട്ട്പുട്ട് വന്ന് കണ്ടില്ലേ? അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ. നമ്മൾ എപ്പോഴും എന്താണ് പറയുന്നത്? വേരിയബിൾ ഒരു മീനിങ് ഫുൾ ആയിട്ട്, സെൻസിബിൾ ആയിട്ട് എഴുതണം. ഇനിയാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട്, ഇതാണ് ഒരു പ്രോഗ്രാം, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ എഴുതുന്ന പ്രോഗ്രാമാണ്. ഇനി നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പോകണം. ആദ്യമേ എന്ത് ചെയ്യണം? ഈ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പം നമുക്ക് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുക്കാം. ഫംഗ്ഷൻ ആദ്യമേ നമ്മൾ ഡിഫൈൻ ചെയ്യണം. എന്തൊക്കെ ചെയ്യണം? ഡിക്ലെയർ ചെയ്യണം, കോൾ ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. അപ്പം ആദ്യമേ ഡിക്ലെയർ ചെയ്യാം. റിട്ടേൺ ഒന്നും ഇല്ലാത്ത കാരണം എൻ്റെ ഫംഗ്ഷൻ്റെ പേര് ഡിസ്പ്ലേ എന്നാണ്. ഓക്കെ, എൻ്റെ ഫംഗ്ഷൻ്റെ പേര് ഡിസ്പ്ലേ എന്നാണ്. ആദ്യം ഇത് ഇങ്ങനെ അങ്ങ് ഇരിക്കട്ടെ, നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട. അതിൻ്റെ ബ്രാക്കറ്റിനുള്ളിൽ എന്ത് കൊടുക്കാൻ തീരുമാനിക്കാം. പിന്നെ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷനെ ഞാൻ കോൾ ചെയ്യണം. ഓക്കെ, ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷനെ ഞാൻ കോൾ ചെയ്തു. പരിപാടി കഴിഞ്ഞല്ലോ. കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ എന്ത് ചെയ്യണം? ഡെഫിനിഷൻ പറയണം. ഡിസ്പ്ലേ, ഇതിൻ്റെ ബ്രാക്കറ്റിനുള്ളിലുള്ളതൊക്കെ അവിടെ നിന്നോട്ടെ, അത് നമുക്ക് വഴിയറിയാം. ഡിസ്പ്ലേ ഞാൻ പറയാണ് പ്രിന്റ് എഫ്. എനിക്ക് പ്രിന്റ് ചെയ്യണം. എന്ത് പ്രിന്റ് ചെയ്ത് കിട്ടണം? %d ഏതാണ് പ്രിന്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കാര്യം നോക്കാം, ഇവിടെ എസ് എന്ന് പറയുന്ന വേരിയബിൾ ആണ്.
അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്, ആർഗ്യുമെന്റ് എസ് ആണ്. അതായത് എൻ്റെ ഈ പറയുന്ന സ്ട്രക്ചർ എസ്സിനെയാണ് ഞാൻ ഇങ്ങോട്ട് പാസ് ചെയ്യുക വിടുന്നത്. അപ്പൊ അവിടെ വരുന്ന ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ എഴുതേണ്ട ഒരു കാര്യമുണ്ട്, സ്ട്രക്റ്റ് സ്റ്റുഡന്റ് എസ്. ഈ എസ്സിന് പകരം വേറെ വേരിയബിൾ ഉപയോഗിക്കാൻ ഒന്നുമില്ല. ഈ എസ്സിനകത്ത് ഇപ്പൊ ഈ 3 സാധനമുണ്ട്, അത് ഇവിടോട്ട് ഇപ്പം വന്നിട്ടുണ്ട്. ഇനി അതെന്താണ് ചെയ്യേണ്ടത്, എസ്സിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയാണ് പ്രിന്റ് ചെയ്യേണ്ടത് എന്താണ്, എസ് ഡോട്ട് എനിക്ക് റോൾ നമ്പറാണ് പ്രിന്റ് ചെയ്യേണ്ടതെന്ന് പറയുകയാണ്. എപ്പോഴും ഓർത്തോണം, ഫംഗ്ഷൻ കോൾ ചെയ്യാൻ നേരത്ത് ഈ സ്ട്രക്ചറിനകത്ത് ഈ മേളിലും താഴെയും എന്താണ്, മേളിലും താഴെയും ഞാൻ ഈ സ്ട്രക്റ്റ് സ്റ്റുഡൻറ് എസ് എന്നിട്ടാൽ മതി. ഓർക്കണം, ഫംഗ്ഷന് 3 കാര്യമുള്ളത്, കോൾ ചെയ്യണം, ഡെഫിനിഷൻ എഴുതണം, ഡിക്ലെയർ ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബോർഡിലോട്ട് നോക്കിയേ. സിമ്പിളായിട്ട് നമുക്കറിയാം നമ്മൾ എന്താണ് ഫംഗ്ഷനെ പഠിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ പഠിച്ച കാര്യത്തിൽ ഇത്ര ആലോചിച്ചാൽ മതി. നമ്മൾ സാധാരണ എന്താണ്, ഒരു സമ്മ് എ ബി എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്ത്, അത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എഴുതണം. അതെങ്ങനെയാ, വോയിഡ് സമ്മെന്ന് പറഞ്ഞിട്ട് മേളിലും വോയിഡ് സമ്മെന്ന് പറഞ്ഞിട്ട് എഴുതണം. നോർമലി ഇവിടിൻ്റെ ഉള്ളിൽ ഇൻഡ് എന്ന് എഴുതണം, ഇതിൻ്റെ ഉള്ളിൽ ഇൻഡ് എക്സ് എന്ന് എഴുതണം. ഫംഗ്ഷനകത്ത് സ്ട്രക്ചർ വന്നു കഴിയുമ്പോൾ ഒറ്റ കാര്യം ഓർത്താൽ മതി, എൻ്റെ ഫംഗ്ഷൻ്റെ പേര് ഡിസ്പ്ലേ എന്നാണെന്നിരിക്കട്ടെ, ആദ്യമേ വോയിഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്യണം. അതുപോലെ തന്നെ വോയിഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഞാൻ ഡെഫിനിഷൻ എഴുതണം. ഇതിനുള്ളിൽ രണ്ടും ഒരേ സാധനം ഓർത്താൽ മതി. എന്തൊക്കെയാണ്, സ്ട്രക്റ്റ് സ്റ്റുഡൻറ് എസ്, ഇവിടെ സ്ട്രക്റ്റ് സ്റ്റുഡൻറ് എസ് എന്ന് ഓർത്താൽ മതി, പാസ് ചെയ്യേണ്ട എസ്. പരിപാടി കഴിച്ച്. ഇനി ഒന്ന് നോക്കിയേ, നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം, ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി ഒരു കാര്യം തോന്നുന്നത്, ഇതിപ്പം നമ്മൾ ഇവിടുന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ മേളിലിട്ട് കഴിഞ്ഞാൽ അത് കണ്ണാകുകയല്ലേ, അത് കാണിക്കും. കാരണം എന്താ, ഇപ്പം എൻ്റെ ഫംഗ്ഷൻ അറിയില്ല സ്ട്രക്റ്റ് സ്റ്റുഡൻറ് എസ് എന്താണെന്ന്. അതുകൊണ്ട് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ താഴെ വേണം നമ്മൾ ഈ പറയുന്ന ഡെഫിനിഷൻ നോക്കാൻ. ഒന്ന് റൺ ചെയ്ത് നോക്കിയേ. റൺ ചെയ്തപ്പോൾ കണ്ടില്ലേ 1 എന്ന് വന്നോ. ഇതെല്ലാം വളരെ സിമ്പിളാണ്. നോക്കിയേ, ഞാൻ എന്താണ് പറയുന്നത്, എൻ്റെ സ്ട്രക്ചറിനെ പാസ് ചെയ്താണ്. ഈ എസ് എന്ന് പറയുന്നതാണ് എൻ്റെ സ്ട്രക്ചർ. ഞാനിവിടെ ദാണ്ട് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തു, ആ ഫംഗ്ഷനെ പ്രിന്റ് ചെയ്ത്. ഇനി എസ് ഡോട്ട് ഇതെന്താണ് സാധനം, അതായത് ഈ 1 9.2 9. ഇതെന്താണ്, ഇത് അതേപടി ഇതിനകത്തോട്ട് കോപ്പി ആവുകയാണ്. ഈ സാധനം എസ്സിനകത്ത് ഇപ്പം എന്തൊക്കെയുണ്ട്, ഈ എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സാധനം എന്നറിയോ, ഈ എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അതിനകത്ത് 3 സാധനമുണ്ട്, എസ് ഡോട്ട് റോൾ ഉണ്ട്, എസ് ഡോട്ട് CGP ഉണ്ട്, എസ് ഡോട്ട് നെയിം ഉണ്ട്. അതേപടി അത് ഇങ്ങോട്ട് പാസ് ചെയ്ത്, അതുകൊണ്ടാണ് എസ് ഡോട്ട് നെയിം എസ് ഡോട്ട് എന്നാണ് പറയുന്നത്. എസ് ഡോട്ട് ഞാൻ നെയിം കൊടുത്തിട്ട് %s കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരും, മനു തന്നെ വരും. ഇനി ഒന്ന് പഠിച്ചല്ലോ, ഇനി 2 സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ ആണ്. ഇവിടാണ് ഫംഗ്ഷൻ്റെ ഗുണം വരാൻ പോകുന്നത്. 2 സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, 2 സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യണം. ഡൗട്ടൊന്നുമില്ലോ. 2 സ്റ്റുഡൻറ്റ്, അടുത്ത സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ്. 2 സ്റ്റുഡൻ്റ് ആകുമ്പോൾ ഒരു കാര്യം ഓർത്തണം, S1 എന്ന് വിടണം, S2 എന്ന് വിടണം. എന്നാലല്ലേ എനിക്ക് 2 സ്റ്റുഡൻ്റ് ആണെന്ന് പറയാൻ പറ്റൂ. നമ്മുടെ റോൾ നമ്പർ 2 ആണ്, CGPA 8.8 ആണ്, നെയിം എന്താണ്, നമ്മൾ എപ്പോഴും എഴുതുന്ന സ്വന്തം മഞ്ജു. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പം ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്റ്റുഡൻറ്റ് എടുത്ത്, എന്നിട്ട് ഞാനിപ്പോൾ ഡിസ്പ്ലേ ഇട്ടു. എനിക്ക് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് സേവ് ആകണം. അങ്ങനെയാണ് ഞാൻ എഴുതാൻ പോകണം. എനിക്ക് %D ഒന്നാമത്തെ കാര്യം, രണ്ടാമത്തെ കാര്യം അവൻ്റെ എന്താണ്, %F ആണ്, മൂന്നാമത്തെ കാര്യം എന്താണ്, %S ആണ്, ഒന്നെന്താണ്, എസ് ഡോട്ട് നെയിം ആണ്. അപ്പൊ ഇനി ഒരു കാര്യത്തോളം ഡിസ്പ്ലേ. അപ്പൊ എനിക്ക് ഇവനെയും ഇങ്ങോട്ട് കയറ്റി വിടണം, ഇവനെ ഇങ്ങോട്ട് കയറ്റി വിടണം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിസ്പ്ലേ S1 പാസ് ചെയ്യുവാണ്. ഇനി ഞാൻ നോക്കിയോണം, അടുത്ത നോക്കിയാൽ ഇതാണ് ഈ ഫംഗ്ഷന്റെ ഗുണം വരുന്നത്. നിങ്ങൾ ഓർത്തോണം, ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഡിസ്പ്ലേ S2 എന്ന് വരുവാണ്. ഇനി ഒരു കാര്യം ഓർത്തോണം, S1 എന്ന് പറയുന്നത് ഡിസ്പ്ലേ S1 എന്നെടുത്ത്, അങ്ങനെയാണെങ്കിൽ എന്താണ്, ആദ്യമേ ഫംഗ്ഷൻ ഇങ്ങോട്ട് കോൾ ആവും. നോക്കണം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇത് എഴുതാം. ഏതാണ്, എസ് ഡോട്ട് നെയിമാണ്. അടുത്ത എന്താണ് വരുന്നത്, എസ് ഡോട്ട് നെയിമാണ്. ആദ്യത്തെ എന്താണ്, എസ് ഡോട്ട് റോൾ നമ്പർ ആണ്. രണ്ടാമത്തത് വരുന്നത് എസ് ഡോട്ട് CGPA ആണ്. മൂന്നാമത് വരുന്നത് എന്താണ്, എസ് ഡോട്ട് നെയിം ആണ്. ഓക്കെ അല്ലേ? ഇതൊന്ന് റൺ ചെയ്ത് നോക്കിയേ.
വാല്യൂസ് കൊടുത്തതിനകത്ത് നോക്കിയാൽ എന്തൊക്കെയാണ്? സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് പ്രിന്റ് ഓഫ് എസ് ഡോട്ട് നെയിം. ഓക്കെ, എസ് ഡോട്ട് നെയിം കണ്ടില്ലേ? ഇവിടെ നമുക്കൊരു /n കൊടുക്കാം. കണ്ടോ, നമ്മൾ ആദ്യമേ ചെയ്ത പ്രോഗ്രാം ഫംഗ്ഷൻ ഉപയോഗിച്ചപ്പോൾ എത്രയായി കണ്ടോ? ഈ സാധനം വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രമാത്രം എഴുതിയാൽ ഇത് സിമ്പിളായി മാറിയത് കണ്ടോ? ഇങ്ങനെ തന്നെ നിങ്ങൾ ഓർത്ത് പഠിച്ചാൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ ഓർത്തോണം. ഇത് നോക്കിയാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിയോണം. അതാണ് ഇവിടെ ഫംഗ്ഷന്. നമ്മൾ പറഞ്ഞില്ലേ എന്തിനാണ് ഫംഗ്ഷൻ? ഇനി ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 100 പേര് മുമ്പേ എന്താണ് നമ്മൾ ചെയ്തത്? 2 സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ കൊടുത്ത് 2 പ്രാവശ്യം പ്രിന്റ് ചെയ്തു. 100 സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ കൊടുത്താൽ 100 പ്രാവശ്യം പ്രിന്റ് ചെയ്യണം. ശരിക്കും 100 സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ കൊടുത്തിട്ട് ഒരു ഫംഗ്ഷൻ ഒറ്റ തവണ കോൾ ചെയ്താൽ മതി. ഇതെങ്ങനെയാണ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്? ലൈൻ ബൈ ലൈനെയാണ് വരുന്നത്. സ്ട്രക്ചർ ഞാൻ ഡിക്ലെയർ ചെയ്തു. അപ്പോഴേ എനിക്ക് മനസ്സിലായി സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഏതാണ് ഇവിടെ 2 സ്റ്റുഡൻ്റ് ഉണ്ട്, S1 ഉണ്ട്, S2 ഉണ്ട്. ഡൗട്ടൊന്നുമില്ലല്ലോ. 2 സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ സേവ് ചെയ്ത്, അതായത് S1ലേക്ക് ഈ 3 ഡേറ്റ, S2ലേക്ക് ഈ 3 ഡേറ്റ. ഇനി ഞാൻ എന്താ ചെയ്തത്? ഡിസ്പ്ലേ S1, അതായത് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്ത് S1 എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തു. S1ൽ ഇപ്പോൾ ആരാ ഉള്ളത്? ഈ 3 ഡേറ്റ ഉണ്ട്. അത് അതേപടി ഇതിലേക്ക് കോപ്പി ചെയ്തു. കോപ്പി ചെയ്തപ്പോൾ അവരോട് പറഞ്ഞെന്താ? എസ് ഡോട്ട്, അതായത് എസ് ആണ് ഇവിടെ. ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ എന്താണ് പറയുന്നത്? എനിക്ക് ഇവിടെ വേണം, എനിക്ക് എന്താണ് S1 എന്ന് ഉപയോഗിക്കാം. നോക്കിയേ, ഇപ്പം വന്നപ്പോഴത്തേന് എന്താണ് ഇവിടെ S1 എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്? എൻ്റെ ഈ സാധനം നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ S1 എന്ന് പറയുന്ന സാധനം ഇവിടെ വന്ന് ഈ S1-നകത്ത് എന്തുണ്ട്? ഇത്രേ സാധനമുണ്ട്. അതെൻ്റെ എസ്സിലേക്ക് കോപ്പി ചെയ്തു. അതായത് ഡിസ്പ്ലേ S1, അതായത് ഞാൻ ഈ ഫംഗ്ഷൻ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഞാൻ 2-3 എക്സാമ്പിൾ മാറ്റി ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു, ഈ ഫംഗ്ഷൻ കോൾ ചെയ്ത് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഇതിലോട്ട് വരും. എന്തുവാണ്? ആർഗ്യുമെൻറ്റും കൊടുത്ത് ഏതാണ്? S1 എന്ന് പറയുന്ന ഡേറ്റ ഇതിലോട്ട് കോപ്പി ചെയ്തോളാൻ. അങ്ങനല്ലേ നമ്മൾ എപ്പോഴും എടുക്കുന്നത്? ഒന്ന് നോക്കി, നമ്മുടെ പ്രോഗ്രാം എങ്ങനെയാണ് നോക്കുന്നത്? നമ്മൾ സം ഓഫ് AB എന്ന് പറയുന്ന ആർഗ്യുമെൻ്റ് എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ? വോയിഡ് സമ്മ് ഇൻറ്റു എക്സ് എന്നും ഇൻറ്റു വൈ എന്നും. ഇത് വേണം A എന്നും B എന്നും എടുത്താലും പ്രശ്നം എക്സ് വൈയും. വാട്ട് എവർ ഇറ്റ് മേ ബി പാസിങ്, അത് അതേപടി. അതായത് സമ്മ് എനെ വെച്ചുകൊണ്ട് ആർഗ്യുമെന്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വോയിഡ് സമ്മ് ഇൻറ്റു എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ എയിലുള്ള സാധനം എക്സിലേക്ക് കോപ്പി ചെയ്യും. കോൾ ബൈ വാല്യൂസ്. എയിലുള്ള സാധനം എക്സിലേക്ക് കോപ്പി ചെയ്യപ്പെടും. ഇവിടെ അത്രേ നടക്കുന്നുള്ളൂ. S1ലുള്ള സാധനം എസ്സിലേക്ക് മാറും. S1ലുള്ള സാധനം എനിക്ക് S1ലേക്ക് വിടാം. എന്നിട്ട് ഇവിടെ എല്ലാം നോക്കിയേ S1 ആക്കിയാൽ മതി. റൺ ചെയ്ത് നോക്കിയേ, കണ്ടോ? അതേപടി വന്നു. ഇനി ഒരു കാര്യം നോക്കണം, ഞാനിപ്പോൾ അതാണ് പറഞ്ഞത്. ഇതിനെ ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ S എന്ന് ഇട്ടാൽ മതി. നമ്മൾ നേരത്തെ ഏതാണ് പറഞ്ഞത്? ഇതിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്, ഫംഗ്ഷനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. ലൈൻ ബൈ ലൈനേ വരുവാണ്. ഇവർ പറയുന്നത് എന്താ? ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുവാണ്. S1 ഇങ്ങോട്ട് പാസ് ചെയ്തോളാനാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കണം. നിങ്ങളുടെ ബോർഡിലോട്ട് നോക്കിയേ നമ്മൾ എങ്ങനെയാണ് സമ്മ് A എന്ന് പറയുന്ന സാധനം കോൾ ചെയ്തു. അടുത്ത ആ ഫംഗ്ഷനെ ഡെഫിനിഷൻ എങ്ങനെയാ? സമ്മ് ഇൻറ്റു എക്സ് എന്നാണ്. അതായത് ഇവിടെ ഒരു ഡേറ്റ ടൈപ്പ് ആണ് കൊടുക്കുന്നത്. ഇനി കോഡിലോട്ട് നോക്കിയേ, ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു ഡേറ്റ ടൈപ്പ് ആണ് കൊടുത്തേക്കുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ ഒരു ഡേറ്റ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞ് എസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിന് തുല്യമാണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഡേറ്റ ടൈപ്പ് സ്ട്രക്ചറാണ്. ക്ലിയർ അല്ലേ? ഇനി ഒരു കാര്യം ഓർത്തോണം, പ്രോഗ്രാം ലൈൻ ബൈ ലൈനേ വരുക. ഈ ഫംഗ്ഷൻ പറയുവാണ്, ഫംഗ്ഷൻ കോൾ ചെയ്യുവാണ്. അപ്പം നേരെ ഇങ്ങോട്ട് പോകും. കോൾ ചെയ്യുക മാത്രമല്ല, ഒരു ആർഗ്യുമെൻറ്റും കൊടുത്ത് S1ലുള്ള ഡേറ്റ എസ്സിലോട്ട് കൊടുത്തോളാൻ പറയുവാണ്. ഇതൊരു ഇൻഡെക്സ് എന്ന് ആലോചിച്ചാൽ മതി. ഞാൻ നേരത്തെ പ്രോഗ്രാം പറഞ്ഞില്ലേ, സമ്മ് A എന്നുള്ളതിനെ ഇപ്പുറത്ത് വിളിക്കുമ്പോൾ സമ്മ് ഇൻഡെക്സ് എന്നിടും. എയിലുള്ള സാധനം എക്സിലേക്ക് വരും. അതായത് S1ലുള്ള സാധനം എസ്സിലേക്ക് വരും. ഒന്ന് നോക്കിയേ, S1ൽ എന്താ സാധനം ഉള്ളത്? S1ൽ ഒരു സാധനമാണോ? അല്ല, S1ൽ 3 സാധനമാണുള്ളത്. അതായത് S1ൽ 3 സാധനം ഏതൊക്കെയാണ്? ഞാനിപ്പോൾ ഒന്ന് കമാൻഡ് ഇട്ട് എഴുതാം. S1ലുള്ള 3 സാധനങ്ങൾ ഏതൊക്കെയാ? S1 ഡോട്ട് റോളുണ്ട്, S1 ഡോട്ട് CGPA ഉണ്ട്, അതുപോലെ തന്നെ S1 ഡോട്ട് നെയിം ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഒരു കാര്യം ഓർത്തോണം, അതാണ് ഇങ്ങോട്ട് വരുന്നത്. എന്താണ്? S1 ഡോട്ട് റോൾ. അതായത്
S1 പാസ് ചെയ്യാൻ പറയുവാണ്. S1 ശരിക്കും എനിക്ക് 3 ഡാറ്റ ഉണ്ട്. ആ 3 ഡാറ്റ ഇങ്ങോട്ട് പാസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഡോട്ട് റോളിലേക്ക് പാസ്സാവും, എസ് ഡോട്ട് CGPയിലേക്ക് പാസ്സാവും, അതുപോലെ തന്നെ എസ് ഡോട്ട് നെയിമിലേക്ക് പാസ്സാകും. ഡൗട്ടൊന്നുമില്ലല്ലോ. റൺ ചെയ്ത് നോക്കിയേ. ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാനൊരു ഈ കമാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഇത് വിച്ച് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോഗ്രാം അറിയാമല്ലോ. ഇനി ഒരു കാര്യം നോക്കേ, S1 എനിക്ക് 3 സാധനമുണ്ട്. ആ S1 എക്സിലേക്ക് ഞാൻ വിടാൻ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ 3 സാധനം ഇവിടെ ഏതൊക്കെയാ ഉള്ളത്? S1 ഡോട്ട് റോള്, S1 ഡോട്ട് CGP, S1 ഡോട്ട് നെയിം. അത് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ S1 3 സാധനം ഈ എക്സിലേക്ക് പാസ് ചെയ്യാൻ പറയാണ്. അങ്ങനെയാണ് എക്സ് ഡോട്ട് റോളിലേക്ക് ഇവൻ കിടക്കും. മനസ്സിലായില്ലേ? എക്സ് ഡോട്ട് റോളിലേക്ക് കിടക്കും. അതുപോലെ തന്നെ എന്താണ്, എക്സ് ഡോട്ട് CGPA വരും, അതുപോലെ തന്നെ എക്സ് ഡോട്ട് നെയിമി വരും. അതാണ് ഞാനങ്ങ് പ്രിന്റ് ചെയ്യാൻ പറയുന്നത്. ഏതാണ്? എക്സ് ഡോട്ട് എന്ന് വെക്കാം, ഇവിടെ എക്സ് ഡോട്ട് എന്ന് വെക്കാം, ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം? എക്സ് ഡോട്ട് എന്ന് വെക്കാം. റൺ ചെയ്യാം, അതേപടി വരും. ഡൗട്ടൊന്നുമില്ലല്ലോ. അതായത് ഒന്നുമില്ല, സാധാ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം സാധാരണ നോക്കിയേ, പ്രോഗ്രാമിലോട്ട് നോക്കിയേ, ബോർഡിൽ നോക്കിയേ, സമ്മ് എ കോൾ ചെയ്യുമ്പോൾ എ നേരെ എക്സിലോട്ട് വിടുക എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രോഗ്രാമിലോട്ട് നോക്കിയേ, ഇവിടെ എന്താണ് പറയുന്നത്? S1 പാസ് ചെയ്യാൻ പറഞ്ഞാൽ ആ S1 എങ്ങോട്ടെത്തും? ഈ എക്സിലേക്കാണ് എത്തുന്നത്. ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് 2 പ്രാവശ്യം ഇവിടെ പ്രിന്റ് ചെയ്യുന്നല്ലേ? നോക്കാം. പ്രോഗ്രാം ലൈൻ ബൈ ലൈനേ വരുക. S1 അപ്പോൾ ആദ്യമേ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു. ഒരു സ്റ്റുഡൻറ്റിന് 3 ഡീറ്റെയിൽസ് ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ അല്ലേ? അപ്പം എന്താണ്, ഒന്നാമത്തെ സ്റ്റുഡൻറ്റിന് ആ 3 ഡീറ്റെയിൽസ്, രണ്ടാമത്തെ സ്റ്റുഡൻറ്റിന് 3 ഡീറ്റെയിൽ. അതായത് ഈ 3 ഡീറ്റെയിൽ ഏതൊക്കെയാണ്? ഇനി ഇങ്ങനെ എഴുതി ശീലിച്ചാൽ മതി. പക്ഷെ ഓർത്തോണം, ഇതെന്താണ്? S1 ഡോട്ട് റോള്, ഇത് S1 ഡോട്ട് CGP, ഇത് S1 ഡോട്ട് നെയിം. ഈ S2 എന്താ? രണ്ടാമത്തെ S1 ഡോട്ട് റോള്, ഇതെന്താണ്? S2 ഡോട്ട് CGPA, ഇത് S2 ആയിരുന്നു കേട്ടോ. അടുത്തെന്താ? S2 ഡോട്ട് നെയിം. എന്നിട്ട് ആദ്യമേ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട്, ഫംഗ്ഷനെ ഞാൻ കോൾ ചെയ്യുമ്പോൾ പറയുന്നത് എന്താ? നേരെ S1 ഈ എക്സിലോട്ട് കൊടുത്തോളാനാണ് പറയുന്നത്. വേണേൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതെപ്പോഴും നമുക്ക് ഒരേ സാധനം തന്നെ ഉപയോഗിക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ ശരിക്കും എന്താ, S1 എന്ന് പറയുന്ന സാധനം എസ്സിലെത്തി. അപ്പൊ എന്ത് ചെയ്യാം? എനിക്ക് എന്താ S1 എന്നും കൊടുക്കാം. എന്താണല്ലോ ഇത് റെസ്പെക്റ്റീവ് ഓഫ് വേരിയബിൾ. ഇതിനകത്തുള്ള എല്ലാ സാധനവും ഇതിലേക്ക് കോപ്പി ചെയ്യാന്നാണ്. അപ്പം S1 ഇങ്ങോട്ട് വന്ന് അത് ഞാൻ പ്രിന്റ് ചെയ്തു. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എവിടെ പോകും? ഫംഗ്ഷൻ കോൾ ചെയ്തെടുത്ത് പോകും. ഇത് കഴിഞ്ഞ അടുത്ത ലൈൻ എന്താ? പാസ് ദിസ് S2 എന്നാണ് പറയുന്നത്. S2 പാസ് ചെയ്യാൻ. S2 എന്തൊക്കെയുണ്ട്? ഈ സാധനങ്ങളെല്ലാം എസ്സിലോട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ പഴയ എസ് മാറി. അതായത് എന്താണ്, ഇപ്പോഴത്തെ സാധനം എന്താ? S2 ഇതിലോട്ട് പാസ് ചെയ്യാൻ പറഞ്ഞു. S2 ഒരു സാധനമല്ല, S2 3 സാധനമാണ്. കാരണം ഏതൊക്കെയാ? S2 എന്ന് വെച്ച് കഴിഞ്ഞാൽ S2 ഡോട്ട് റോൾ ഉണ്ട്, S2 ഡോട്ട് CGP ഉണ്ട്, S2 ഡോട്ട് നെയിം ഉണ്ട്. അത് നേരെ ഇങ്ങോട്ട് വരും. അതായത് എസ്സിനകത്ത് എന്തൊക്കെയാണുള്ളത്? എസ് ഡോട്ട് റോൾ, അതുപോലെ തന്നെ എസ് ഡോട്ട് CGPA. ഇനി ഒന്നുകൂടി പറയാണ്, S2 ആണ് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. S2 ഡോട്ട് റോള് എന്ന് പറയുന്നത് എസ് ഡോട്ട് റോളിലെത്തും. S2 ഡോട്ട് CGP എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഡോട്ട് CGPയിലെത്തും. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ ഫംഗ്ഷൻ കോളിംഗ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ അല്ലേ? സത്യത്തിൽ ഇത്രയേ ഉള്ളൂ സ്ട്രക്ചറിനകത്ത് ആദ്യമേ നിങ്ങൾ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ എങ്ങനെ, 2 സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ എങ്ങനെ. ഇനി എനിക്ക് വേണം ഇതിനെ അറേസ് ആയിട്ടും ഡിഫൈൻ ചെയ്യാം. ക്ലിയർ അല്ലേ? കാരണം അറേസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുമ്പോഴത്തേന് ഇവിടെ ഓർക്കണം, എത്ര സ്റ്റുഡൻ്റ് ഉണ്ടോ അത്രയും എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ ഈ അറേസ് എടുക്കുന്നത്. അത് മാത്രം ഒന്ന് ഓർത്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി സ്ട്രക്ചറിൽ ഏത് പ്രോഗ്രാമും ചെയ്യാം. നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ക്ലാസ് സ്ട്രക്ചേഴ്സ് കഴിഞ്ഞു. ഞാൻ ഇനി ഒരു കൺക്ലൂഷനാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. എപ്പോഴും ഓർത്തോണം. കൺക്ലൂഷൻ പറയുന്നിടത്ത് നിങ്ങൾ നല്ലപോലെ ഓർത്തിരിക്കണം. ഈ പറയുന്ന ഫംഗ്ഷൻ ഒന്നും വേണ്ട. കൺക്ലൂഷൻ പറയാൻ നേരത്ത് എപ്പോഴും ഓർക്കണം, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽ. അങ്ങനെയാണെങ്കിൽ ഓർത്തോണം, സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ്, ഒരു സ്റ്റുഡൻറ്റേ ഉള്ളു, എസ് ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? ഈ എസ്സിനകത്ത് 3 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? എസ് ഡോട്ട് റോള് ഈസ് ഈക്വൽ ടു റോൾ നമ്പർ 1. അതിന് പകരം എനിക്ക് എങ്ങനെ ചെയ്യാം? ഈക്വൽ ടു ഒന്നാമത്തെ റോൾ നമ്പർ 1, CGPA 9.2, മറ്റേ എന്താണ് പേര്? മനു. ക്ലിയർ അല്ലേ?
ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് കേളി ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് ഇതിനകത്ത് ഡിഫൈൻ ചെയ്യുന്നത്. ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞു. ഇനി എൻ്റെ ഈ 9.2 എന്ന് പറയുന്ന സാധനം എന്താണ്? പ്രിന്റ് എഫ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർക്കാൻ പറയുന്നതാണ്. പ്രിന്റ് എഫ് 9.2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്ലോട്ട് വാല്യൂ ആണ്. അതുകൊണ്ട് പ്രിന്റ് എഫ്. എന്താണ് 9.2ൻ്റെ പ്രത്യേകത? 9.2 വെച്ചാൽ എസിൻ്റെ ഡോട്ട്. ഇതെല്ലാം എസിൻ്റെ ഡോട്ട് വാല്യൂസ് ആണെന്ന് ആലോചിച്ചാൽ മതി. എസിൻ്റെ ഡോട്ട് റോള് ഡോട്ട് CGPA ഡോട്ട് ഇത്. അപ്പോൾ ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 9.2 പ്രിന്റ് ചെയ്യാൻ പറഞ്ഞ എസിൻ്റെ ഏത് ഡോട്ടാണ്? CGPA എന്ന് പറയുന്ന സാധനമാണ്. മനസ്സിലായില്ലേ? അത് റൺ ചെയ്ത് നോക്കിയേ. അപ്പോൾ നേരത്തെ ഒരു ഫംഗ്ഷൻ്റെ ഇത് മാറ്റിയതാ. ഓക്കെ, അപ്പോൾ എന്ത് വന്നു? ഇപ്പം ഇതെല്ലാവർക്കും അറിയാം. സ്ട്രക്ചർ നിങ്ങളെപ്പോഴും കോഡ് എടുത്തു വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട രീതിയുണ്ട്. ഒരു സ്റ്റുഡൻറ്റിനെ ഞാൻ പഠിച്ചു, ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇനി ശരിക്കും എന്താണുള്ളത്? എനിക്ക് 2 സ്റ്റുഡൻറ്റ് വേണം. 2 സ്റ്റുഡൻറ്റ് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ഒന്ന്. മനസ്സിലായല്ലോ? നിങ്ങളെപ്പോഴും കോഡ് പഠിക്കേണ്ട രീതിയുണ്ട്. സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരത്തെ എല്ലാം വിട്ടേക്ക് നിങ്ങൾ കോഡ് എടുക്കണം. എപ്പോഴും ഒരു സ്റ്റുഡൻറ്റ് 2 സ്റ്റുഡൻറ്റ് 2 സ്റ്റുഡൻറ്റ് വരുമ്പോൾ അറേയുടെ കൺസെപ്റ്റ്, എന്നിട്ട് നേരെ ഫംഗ്ഷൻ. ഈ 4 പ്രോഗ്രാം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രക്ചർ നിങ്ങൾക്ക് തെറ്റത്തില്ല. ഇങ്ങനെ പഠിക്കാവുള്ളൂ. 1 വർഷം കഴിഞ്ഞാൽ പോലും നിങ്ങൾ മറക്കൂല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആദ്യമേ നമ്മൾ എന്താണ് എടുത്തത്? ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ എടുത്തു. ക്ലിയർ അല്ലേ? ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ എടുക്കാൻ നേരത്ത് ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വേണം നമുക്ക് എന്ത് എടുക്കാം? ഒന്നാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ എന്താ? എസ് ഡോട്ട് റോളാണ്. എസ് ഡോട്ട് റോള് അതെന്താണ്? എസ് ഡോട്ട് റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത് വാല്യൂ? എസ് ഡോട്ട് റോൾ ഈക്വൽ ടു ഏതാണ്? വാല്യൂ ഒന്നാമത്തെ റോൾ നമ്പർ കൊടുത്ത്. അടുത്ത എസ് ഡോട്ട് എന്താണ്? CGPA ആണ്. അവൻ്റെ CGPA എത്രയാണ്? 9.2 കൊടുത്തു. ഇനി അടുത്ത എന്താണ്? എസ് ഡോട്ട് നെയിം ഈസ് ഈക്വൽ ടു എന്ന് കൊടുക്കാൻ പറ്റിയല്ല. അതെപ്പോഴും strcpy ആണ്. എന്തിലോട്ടാണ് സേവ് ചെയ്യേണ്ടത്? എസ് ഡോട്ട് നെയിമിലേക്ക് സേവ് ചെയ്യണം. ഏതാണോ സേവ് ചെയ്യേണ്ടത് അതവിടെ കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പം ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആദ്യത്തെ ഡിക്ലറേഷൻ. ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇതാണ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ എന്ന് പറയുന്നത്. റൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യിക്കണം. എല്ലാ ഡേറ്റയും പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഒരു ഫംഗ്ഷനായിട്ട് കൊടുക്കാം. പ്രിന്റ് എഫ് 3 വാല്യൂ പ്രിന്റ് ചെയ്യണം. ഒരു പെർസെൻറ്റേജ് പ്രിന്റ് ചെയ്യണം, ഒരു പെർസെൻറ്റേജ് എഫ് പ്രിന്റ് ചെയ്യണം, ഒരു പെർസെൻറ്റേജ് എസ് പ്രിന്റ് ചെയ്യണം. എന്തൊക്കെയാണ് ആ സാധനങ്ങൾ? ഒന്നാമത്തെ നമ്മുടെ ഏതാ? എസ് എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ ആണ്. അപ്പോൾ അവൻ്റെ ഒന്നാമത്തെ എസ് ഡോട്ട് റോളാണ്. രണ്ടാമത്തെ എന്താ? എസ്. നിങ്ങൾ വേണം ഇത് പ്രോഗ്രാം ഇനി മുതൽ ക്ലാസ് നിങ്ങൾ കാണണമെന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് പിന്നെ രണ്ടാമതൊന്നും പഠിക്കേണ്ടി വരികയില്ല. അതുകൊണ്ടാണ്. അടുത്ത എന്താണ്? എസ് ഡോട്ട് CGPA ആണ്. അടുത്ത എന്താണ്? എസ് ഡോട്ട് നെയിം ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് നമ്മൾ നോക്കി ഒന്ന് പ്രിന്റ് ചെയ്ത് ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വാല്യൂസ് വന്നൊരു /n കൊടുക്കുക. അടുത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും സ്ട്രക്ചർ പഠിക്കുന്നതിനാണ്. ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കാര്യം ചെയ്തു. ഇനി എനിക്ക് എന്താണുള്ളത്? 2 സ്റ്റുഡൻ്റ് ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ ഞാൻ എൻ്റർ ചെയ്യണം. 2 സ്റ്റുഡൻ്റ് ആകുമ്പോൾ ഇതിനെ ഞാൻ S1 എന്ന് വിളിക്കണം, ഇതിനെ ഞാൻ S2 എന്ന് വിളിക്കണം. അപ്പോൾ എല്ലാം ഇവിടെ എന്തുമാകും? ഇതെല്ലാം S1 ഡോട്ട് ആവും. ഇതെല്ലാം എന്താണ്? S1 ഡോട്ട് ആവും. ഇതെല്ലാം എന്താവും? S2 ഡോട്ട് ആവും. ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇതെല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പോൾ എനിക്ക് എന്തായി? ഇതിപ്പോൾ ഞാൻ ഒരാളെ പ്രിന്റ് ചെയ്ത് S1 S2 അല്ലെ, ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതെല്ലാം. ഇത് S1. ഇനി രണ്ടാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽ പ്രിന്റ് ചെയ്യണമെന്ന് ഒരു പ്രാവശ്യം പ്രിന്റ് ചെയ്യണം. പക്ഷേ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പരിപാടിയുടെ ആവശ്യമില്ല എന്ന് നമ്മൾ നേരത്തെ കണ്ടു. നമുക്ക് വഴിയെ ചെയ്ത് നോക്കാം. ഇതാണ് 2 സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്. റൺ ചെയ്ത് കണ്ടില്ലേ? 2 സ്റ്റുഡൻറ്റ്. രണ്ടാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് റോൾ നമ്പർ 2 കൊടുക്കാം. CGPA 10 കൊടുക്കാം. ഇനി പേരെന്താണ്? നമ്മുടെ പഴയ പേര് തന്നെ, മഞ്ജു. ഓക്കെ, റൺ ചെയ്ത്. അപ്പോൾ കണ്ടില്ലേ 2 ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടോ? നമ്മൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ കൊടുത്തു, പ്രിന്റ് ചെയ്യിച്ചു. 2 സ്റ്റുഡൻറ്റ്. ഈ 2 സ്റ്റുഡൻറ്റ്. ഇനി 3 സ്റ്റുഡൻ്റ് ആണെങ്കിൽ എന്താണ്? നമ്മളോട് വേണേൽ പറയാം 3 സ്റ്റുഡൻറ്റ്. നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ഞാൻ തരുന്നുണ്ട്. 3 സ്റ്റുഡൻ്റ് ആണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മൂന്നാമത്തെ സ്റ്റുഡൻറ്റിനെ നിങ്ങൾ ഇവിടെ ഡിഫൈൻ ചെയ്യണം. മൂന്നാമത്തെ സ്റ്റുഡൻറ്റ് എന്താണ്? S3 എന്ന് പറഞ്ഞിട്ടാണ്. S3 ആകുമ്പോഴത്തേനും മൂന്നാമത്തെ സ്റ്റുഡൻറ്റിനെ ശരിക്കും വെച്ച് കഴിഞ്ഞാൽ
ആഡ് ചെയ്യുക. ഇനി എന്ത് ചെയ്യണം, അത് പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നുകൂടി പ്രിന്റ് ചെയ്യണം. മൂന്നാമത്തെ സ്റ്റുഡൻറ്റ് വരുമ്പോഴത്തേന് ഇത് S3 ആവും, ഇത് S3 ആവും. ഇപ്പം 3 സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ ആയി. ഓക്കെ അല്ലേ? ഇനി ഒരു കാര്യം നോക്കിയാൽ നമ്മുടെ മൂന്നാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ 3 ആണ്. ഇവൻ കുറച്ച് ഉഴപ്പനാണ്, അതുകൊണ്ട് 6.5 ഉള്ളു. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരെന്താണ് കൊടുക്കേണ്ടത്? പേരെന്താണ് കൊടുക്കേണ്ടത്? പറയൂ, നല്ലൊരു പേര് പറയൂ. ദേവൻ. ഓക്കെ, ഇതാണോ നല്ല പേരെന്നാണോ? ഓക്കെ, റൺ ചെയ്ത് നോക്കി. കണ്ടില്ലേ, 3 സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽ വന്നത്. ഇനിയാണ് അറേ ഓഫ് സ്ട്രക്ചേഴ്സ് വരുന്നത്. ഇവിടെ നോക്കിക്കേ, ഞാൻ ഒരേ സ്റ്റുഡൻറ്റിന് ഒരേ ഡീറ്റെയിൽസ് ആണ് കൊടുത്തത്. ഇവിടാണ് അറേ ഓഫ് സ്ട്രക്ചർ. അപ്പൊ എനിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും ചെയ്യുന്നത് എങ്ങനെയാ, എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇൻറ്റു എക്സ്, ഇൻറ്റു വൈ, ഇൻറ്റു ഇസഡ്, ഇതെല്ലാം 3 ഇൻറ്റിജർ വാല്യൂ ആണ്. ഇൻറ്റു എക്സ് ഓഫ് 3 ഇടും. മനസ്സിലായില്ലേ? ബോർഡിലോട്ട് നോക്കിയേ, ഇൻറ്റു എക്സ് ഉണ്ട്, ഇൻറ്റു വൈ ഉണ്ട്, അടുത്ത ഇൻറ്റു ഇസഡ് ഉണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു 1, 2, 3 ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം ഞാൻ ഒറ്റയടിക്ക് 3 എണ്ണം കൊടുക്കുന്നതിന് പകരം എനിക്ക് അറേ ഡിഫൈൻ ചെയ്യാം. ഇൻറ്റു എക്സ് എന്നിട്ടിട്ട് 3 നിട്ടാൽ മതി. ദാറ്റ് മീൻസ് എക്സ് ഓഫ് 0യിൽ 1 കൊടുക്കാം, എക്സ് ഓഫ് 1ൽ 2 കൊടുക്കാം, എക്സ് ഓഫ് 2ൽ 3 കൊടുക്കാം. അതേ കൺസെപ്റ്റ് ആണ് ഇവിടെ. ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചേഴ്സ്, അറേ ഓഫ് സ്ട്രക്ചേഴ്സ് ആണ്. എനിക്ക് 3 സ്റ്റുഡൻ്റ് ആണുള്ളത്. അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ ഡിഫൈൻ ചെയ്യുവാണ്. എനിക്ക് 3 സ്റ്റുഡൻ്റ് ഉണ്ടെന്ന് ഡിഫൈൻ ചെയ്ത്, അതായത് എസ് ഓഫ് 0, എസ് ഓഫ് 1, എസ് ഓഫ് 2. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ 3 ഇൻഡെക്സ് ഇൻറ്റു വൈ ഇൻറ്റു ഇസഡ് എന്ന് വേണ്ട. ഇത് ഒന്നാമത്തെ സ്റ്റുഡൻറ്റ് എപ്പോഴും എസ് ഓഫ് 0 ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റുഡൻറ്റ് എപ്പോഴും എന്തായിരിക്കും, എസ് ഓഫ് 1 ആയിരിക്കും. മൂന്നാമത്തെ സ്റ്റുഡൻറ്റ് എന്താണ്, എസ് ഓഫ് 2 ആയിരിക്കും. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി ഈ സാധനം നമുക്ക് എന്താണ് പറഞ്ഞത്, എല്ലായിടത്തോട്ടും സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത എന്താണ്, എസ് ഓഫ് 1 ആണ്. ഇവിടെ എല്ലാം എന്താണ്, എസ് ഓഫ് 1 കൊടുക്കണം. അത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ എന്താണ്, ഇതും ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എസ് ഓഫ് 0 ആണ്. അടുത്ത് ഇതും എന്താണ് പറയുന്നത്, എസ് ഓഫ് 0 ആണ്. ഇനി ഒന്ന് നോക്കിയേ. അപ്പോൾ പ്രിന്റ് ചെയ്യേണ്ടിടത്തും നമ്മൾ മാറണം. S1 ഡോട്ട് റോളിന് പകരം ഇതെന്താ, എസ് ഓഫ് 0 ആണ്. ഇതെന്താണ്, എസ് ഓഫ്, ഇതും എസ് ഓഫ് 0. എപ്പോഴും ഒന്നാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ എപ്പോഴും എന്താണ്, എസ് ഓഫ് 0 എന്ന് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. രണ്ടാമത്തെ സ്റ്റുഡൻറ്റ് ഡേറ്റ എസ് ഓഫ് 1 എന്ന് പറഞ്ഞിട്ട് പോകും. ക്ലിയർ അല്ലേ? ഇത് ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇതെല്ലാവരും ഓർത്തോണം. രണ്ടാമത്തെ സ്റ്റുഡൻറ്റ് എസ് ഓഫ് 1 എന്ന് പറഞ്ഞു പോകും. മൂന്നാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ എന്താണ്, എസ് ഓഫ് 2 എന്ന് പറഞ്ഞിട്ട് പോകും. റൺ ചെയ്ത് നോക്കിയേ, കണ്ടില്ലേ, അതേ സാധനം തന്നെ വന്ന്. അപ്പം ഇതാണ് നമ്മൾ അറേ എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ നേരെ എവിടോട്ട് പോവാണ്, ഫങ്ഷൻസിലേക്ക് പോവാണ്. അറേയും ഫങ്ഷൻസും എല്ലാം വേണം ഒന്നിച്ച് വരാം. അപ്പം ആദ്യമേ നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്താണ്, ഫങ്ഷൻ പഠിക്കാൻ നേരത്തും എനിക്ക് എന്ത് ചെയ്യണം, ഒരു സ്റ്റുഡൻറ്റേ ഉള്ളെന്ന് പഠിക്കുക. അതുകൊണ്ട് എസ് ഡോട്ട് റോള്, അതുപോലെ തന്നെ എസ് ഡോട്ട് CGPA, അതുപോലെ തന്നെ എസ് ഡോട്ട് നെയിമിലേക്കും ആയി. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആദ്യമേ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്തു. എനിക്ക് വേണേൽ ദിസ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വിടാം. ഇനി ഞാൻ എന്ത് ചെയ്യുകയാണ്, എൻ്റെ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പോവാണ്. എൻ്റെ ഫംഗ്ഷനെ കോൾ ചെയ്യണമെങ്കിൽ ഞാൻ ഫംഗ്ഷനെ വിളിക്കുന്ന പേര് ഡിസ്പ്ലേ എന്നാണ്. ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷനെ ഞാൻ കോൾ ചെയ്യുവാണ്. അതിനു മുമ്പ് ഞാൻ എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ഡിഫൈൻ ചെയ്യണം. ഡിസ്പ്ലേ വോയിഡ് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷനെ ഞാൻ ഡിക്ലെയർ ചെയ്തു. ആദ്യമേ ഡിക്ലെയർ ചെയ്യുന്നൊക്കെ നിൽക്കട്ടെ, ആദ്യമേ ഇങ്ങനെ അങ്ങ് ഇട്ടാൽ മതി എല്ലാ സാധനവും ഡിസ്പ്ലേ. ഇനി എന്ത് ചെയ്യണം, ഇനി എനിക്ക് ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേ എന്ന് പറയുന്ന സാധനത്തെ ഡെഫിനിഷൻ വോയിഡ് ഡിസ്പ്ലേ. ഇപ്പം നമ്മുടെ കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ എന്തെഴുതുമെന്നല്ലേ, ഫംഗ്ഷനെ കോൾ ചെയ്തു, ഡിക്ലെയർ ചെയ്തു, ഡെഫിനിഷൻ എഴുതി. കോൾ ചെയ്യുമ്പോൾ ഒറ്റ കാര്യം ഓർത്താൽ മതി, ഇതിനകത്ത് ഇൻഡ് എന്ന് പറയുന്ന സാധനമാണ് ഞാൻ വിളിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇൻഡെക്സ് ഇവിടെ എപ്പോഴും ഓർത്തോണം. ഇൻഡിജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പകരം എന്താ, ഇതാണ് സാധനം ഇൻഡിജർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, സ്ട്രക്റ്റ് സ്റ്റുഡൻ്റ് എന്ന് വിളിച്ചു. ഇനി എസ് എഴുതിയാൽ എസ് എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. എപ്പോഴും ഓർത്തോണം. അതും എന്താണ് പറയുന്നത്, ഇവിടെ ഞാനൊരു ഫംഗ്ഷൻ വിളിച്ചു, ഈ എസ്സിനെ പാസ് ചെയ്യാൻ പോകണം ആർഗ്യുമെൻ്റ് ആയിട്ട്. അപ്പോൾ ഇതിനുള്ളിൽ എന്താണ്, ഇൻഡ് എക്സിലേക്ക് വേണേ വരാം. ഇൻഡിന് പകരം എന്താണ്, ഇവിടുത്തെ ഡേറ്റ ടൈപ്പാണിത്,
സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ്. ഇതാണ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ആണ്. നമ്മൾ എപ്പോഴും എന്താണ് ഡിസ്പ്ലേ, ഇവിടെ ഒരു ഫംഗ്ഷൻ വിളിക്കുക ഡിസ്പ്ലേ എസ് ആർഗ്യുമെന്റ് പാസ് ചെയ്യാൻ പറഞ്ഞാൽ ഇൻഡി എക്സ് എന്ന് എഴുതിയാൽ മതി. എസ് എന്ന് പറയുന്നത് എക്സിലേക്ക് വന്നു. എസ് എന്ന് പറയുന്ന സാധനം ഒന്നല്ല 3 സാധനമാണ്. എസിന്റെ 3 സാധനം എക്സിലേക്ക് കോപ്പി ചെയ്തപ്പെട്ടു. അപ്പൊ കോപ്പി ചെയ്യപ്പെട്ട എക്സിലേക്കാണ്. അപ്പൊ എനിക്ക് 3 സാധനം വേണം, %d, %f, പിന്നുള്ളതെന്ന് വെച്ചാൽ %s. അതെങ്ങോട്ടാ കോപ്പി ചെയ്യപ്പെട്ടെ? എസ്സിലുള്ള 3 സാധനം എക്സിലേക്ക്. എസ് എന്ന് പറയുമ്പോൾ തിരിച്ചറിയിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ബി നിടാം. എസ്സിലുള്ള 3 സാധനം ബിയിലേക്ക് കോപ്പി ചെയ്യപ്പെട്ടു. എസ് ഡോട്ട് റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഡോട്ട് റോളിലേക്ക് കോപ്പി ചെയ്യപ്പെട്ടു. അടുത്ത എന്താണ് പറയുന്നത്? എസ്സിലുള്ള രണ്ടാമത്തെ സാധനം എസ് ഡോട്ട് CGPA ബി ഡോട്ട് CGPയിലേക്ക് കോപ്പി ചെയ്യപ്പെട്ടു. അടുത്ത് ഇനി മൂന്നാമത്തെ സാധനം എന്താ? എസ് ഡോട്ട് നെയിം എന്നുള്ളത് ബി ഡോട്ട് നെയിമിലേക്ക് കോപ്പി ചെയ്യപ്പെട്ടു. ക്ലിയർ അല്ലേ? ഇനി ശരിക്കും നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഏതാണ് സെഗ്മെന്റേഷൻ? ബി ഡോട്ട് റോൾ ആണ്. രണ്ടാമത്തെ എന്താണ്? ബി ഡോട്ട് ഏതാണ് പറയുന്നത്? CGPA ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആയതുണ്ടോ? 1 9.2 മനു പാസ്സായത് കണ്ടോ? അപ്പൊ ഇത്രയേ ഉള്ളൂ ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷനും. ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ് സ്ട്രക്ചർ ഞാൻ ഇത്രയും പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഓർത്താൽ മതി. എപ്പോഴും ഓർക്കണം, ഒരു സ്റ്റുഡൻറ്റിനെ എങ്ങനെ എനിക്ക് പ്രിന്റ് ചെയ്യാം, 2 സ്റ്റുഡൻറ്റിന്റെ ഡീറ്റെയിൽസ് എനിക്ക് എങ്ങനെ പ്രിന്റ് ചെയ്യാം. 2 സ്റ്റുഡൻറ്റ് വരുന്നതുകൊണ്ട് ഞാൻ അവിടെ അറേ കൺസെപ്റ്റ് S1 S2 എടുക്കുന്നതിന് പകരം S0 S1 എന്ന് എടുത്താൽ മതി. ദാറ്റ് മീൻസ് S2 എന്ന് പറയുന്ന എടുത്താൽ മതി. ഇനി ഫംഗ്ഷൻ ഇത്രേ ഓർക്കാവുള്ളൂ. അപ്പം ഞാൻ സ്ട്രക്ചേഴ്സിനെ ബോഡി നോക്കി ഒരു കൺക്ലൂഷൻ പറയാൻ പോവാണ്. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, 1 സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ എടുക്കണം. അപ്പം S എന്ന് മതി. അടുത്ത നിങ്ങൾ ചെയ്ത എന്താണ്? 2 സ്റ്റുഡൻറ്റ്, അവിടെ S1 S2 എന്ന് പറയും. 2 സ്റ്റുഡൻറ്റിനെ ശരിക്കും എനിക്ക് അറയായിട്ട് മാറ്റാം. എന്ത് ചെയ്താൽ മതി? അറയായിട്ട് മാറ്റാൻ നേരത്തെന്ന് വെച്ചാൽ S2 ഇട്ടാൽ മതി. ദാറ്റ് മീൻസ് S1 S2 വരെ S0 S1 ഒറ്റ മാറ്റേ ഉള്ളൂ. അടുത്ത നിങ്ങൾ ഫംഗ്ഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഫംഗ്ഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് വിളിക്കുന്നതെങ്കിൽ എസ്. ഇനി എന്താണ്? എസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങോട്ടാണ് നമ്മൾ പാസ് ചെയ്യുന്നത്? അതിനെ വോയിഡ് ഡിസ്പ്ലേ ഡെഫിനിഷനാണ്. പൊതുവെ വരുന്ന ഇൻഡ് എക്സ് എന്നല്ല, എസ്സിലുള്ള എല്ലാം എക്സിലോട്ടാവും. ഇവിടെ ഇൻഡിന് പകരം എന്താണ്? പുതിയ ഡേറ്റ ടൈപ്പ് സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് എക്സിലേക്ക് പാസ് ചെയ്യണം. എസ്സിൽ 3 സാധനമുണ്ട്, എസ് ഡോട്ട് റോള്, എസ് ഡോട്ട് CGPA, എസ് ഡോട്ട് നെയിം. അത് നേരെ എക്സ് ഡോട്ട് റോളിലേക്ക് മാറും. സെയിം എസ് തന്നെ ഉപയോഗിക്കാം, കുഴപ്പമില്ല. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡിസ്പ്ലേ ചെയ്യണം. അതിന് നമ്മൾ എന്തിട്ടാൽ മതി? സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് എസ് എന്നിട്ട് അത് ഈ എസ് ഇല്ലെങ്കിലും വർക്ക് ചെയ്തോളൂ. നോക്കിയേ, അതൊന്ന് ലാസ്റ്റ് ഒന്ന് പ്രോഗ്രാമിൽ നോക്കിയേക്കാം. ഈ എസ് ഇല്ലെങ്കിൽ വർക്ക് ചെയ്യുമോന്ന്. എസ് ഇല്ലെങ്കിലും ആൻസർ കിട്ടി. മനസ്സിലായില്ലേ? നോർമലി ഇവിടെ എസ് ഇട്ടിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്.